ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഫാൽക്കൺ SPSCയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ASM പരീക്ഷയുടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ള റീസെന്റ് നടന്ന പരീക്ഷയുടെ കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനകത്തെ കുറച്ച് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുക. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസും അതിന്റെ നോട്ട്സ് എഴുതി കറക്റ്റ് ആയിട്ട് പോവുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. നമ്മളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ തരും. ഒന്നുകിൽ വീഡിയോയിലൂടെ തരികയോ അല്ലെങ്കിൽ കമന്റിൽ തന്നെ തരികയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ 12ാമത്തെ പദത്തിന്റെയും 22ാമത്തെ പദത്തിന്റെയും തുക 100 ആയാൽ ഈ ശ്രേണിയുടെ ആദ്യത്തെ 33 പദങ്ങളുടെ തുക എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒരു സമാന്തര ശ്രേണിയുടെ 12ാമത്തെ പദത്തിന്റെയും 12ാമത്തെ പദത്തിന്റെയും 22ാമത്തെ പദത്തിന്റെയും തുക എന്ന് പറയുന്നത് 100 ആയാൽ ഈ ശ്രേണിയിലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ആദ്യത്തെ 33 പദങ്ങളുടെ തുക എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഒരു സമാന്തര ശ്രേണിയുടെ 12ാമത്തെ പദത്തിന്റെയും 22ാമത്തെ പദത്തിന്റെയും തുക എന്ന് പറയുന്നതാണ് 100. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് 12ാമത്തെ പദം കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം, ഒരു സമാന്തര ശ്രേണിയുടെ 1ാമത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം 11 വട്ടം കൂട്ടുമ്പോഴാണ് 12ാമത്തെ പദം കിട്ടുന്നത്. ഞാൻ ഉദാഹരണമായിട്ട് ഒരു ഉദാഹരണം ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അവിടെ ശ്രദ്ധിച്ചോണം. ഉദാഹരണമായിട്ട് 4,8,12,16 എക്സെട്ര ഇങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണിയാണെന്ന് വിചാരിച്ചു. ഓക്കെ, 4, 8, 12, 16 എക്സെട്ര ഇങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയാണ്. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ സംഖ്യ എടുക്കാം. വേണ്ട. ഓക്കെ, ഉദാഹരണം 5, 8, 11, 14 എക്സെട്ര ഇങ്ങനെ പോവാം. ഓക്കെ, ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ 1ാമത്തെ പദം എന്ന് പറഞ്ഞാൽ 5 അല്ലേ? 1ാമത്തെ പദം 5 ആണ്. ഈ 5 എന്ന് പറയുന്ന സംഖ്യയുടെ കൂടെ ഇവിടെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 8ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 3 ആണ് കോമൺ ഡിഫറൻസ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ D എന്ന് പറയുന്നത് 8 - 5 = 3 ആണല്ലോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അപ്പം ഈ 1ാമത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസമായ 3 ഒരു പ്രാവശ്യം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5, 3, 8 കിട്ടും. അതാണ് 2ാമത്തെ പദം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 1ാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം ഒരു വട്ടം കൂട്ടുമ്പോൾ നമുക്ക് 2ാമത്തെ പദം കിട്ടും. അതേപോലെ തന്നെ 1ാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം 2 വട്ടം ഒന്ന് കൂട്ടിയേ. 1ാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം 2 കൂട്ടി 5, 3, 8, 3, 11. 11 എന്ന് പറഞ്ഞാൽ 2ാമത്തെ പദം, 3ാമത്തെ പദമാണ് കിട്ടുന്നത്. 11 എന്ന് പറയുന്നത് എത്രയാണ്? 3ാമത്തെ പദമാണ് നമുക്ക് 11 എന്ന് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, 3ാമത്തെ പദം 11. അപ്പൊ എന്താ? 1ാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം 2 വട്ടം കൂട്ടിയപ്പോൾ 3ാമത്തെ പദം കിട്ടി. ഇനി 1ാമത്തെ പദമായ 5ന്റെ കൂടെ പൊതുവ്യത്യാസം 3 വട്ടം ഒന്ന് കൂട്ടിയേ. പൊതുവ്യത്യാസം 3 വട്ടം കൂട്ടുമ്പോൾ എത്ര കിട്ടി? 14 എന്ന് പറയും. 14 എന്ന് പറഞ്ഞത് 4ാമത്തെ പദം കിട്ടി. അപ്പോൾ 1ാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം ഒരു വട്ടം കൂട്ടിയാൽ 2ാമത്തെ പദം, 2 വട്ടം കൂട്ടിയാൽ 3ാമത്തെ പദം, അതേപോലെ 10 വട്ടം കൂട്ടിയാൽ 11ാമത്തെ പദം, 11 വട്ടം കൂട്ടിയാൽ 12ാമത്തെ പദം. ഇതാണ് എന്റെ റൂള്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നമ്മുടെ ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കി. ഒരു സമാന്തര ശ്രേണിയുടെ 1ാമത്തെ പദത്തെ നമുക്കറിയാമല്ലോ, A എന്നാണ് എടുക്കുന്നത്. 1ാമത്തെ പദം A ആണ്. ഈ A എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടേം. ഓക്കെ ആണല്ലോ? ഇനി കോമൺ ഡിഫറൻസ് നമ്മൾ D എന്ന ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. കോമൺ ഡിഫറൻസിന് D എന്ന ലെറ്റർ. ഇത്രയും ഓക്കെയാണ്. ഓക്കെ, 1ാമത്തെ പദം Aയും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് D യുമാണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും? 1ാമത്തെ പദമായ Aയുടെ കൂടെ പൊതുവ്യത്യാസം എത്ര വട്ടം കൂട്ടണം? 11 വട്ടം കൂട്ടുമ്പോഴാണ് നമുക്ക് 12ാമത്തെ പദം കിട്ടുന്നത്. 11 വട്ടം ഒന്ന് കൂട്ടി വെക്കാം. 11 വട്ടം കൂട്ടാം. 11D. മനസ്സിലായല്ലോ? 11D. ഒരു പ്രാവശ്യം കൂട്ടുമ്പോൾ 1D, 2 പ്രാവശ്യം കൂട്ടുമ്പോൾ 2D, 3 പ്രാവശ്യം കൂട്ടുമ്പോൾ 3D, അങ്ങനെ 11 പ്രാവശ്യം കൂട്ടുമ്പോൾ 11D. അങ്ങനെ 11Dയും 1ാമത്തെ പദം Aയുടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 12ാമത്തെ പദം കിട്ടുന്നത്. ക്ലിയർ? ഓക്കെ, ഇത്രയേ ഉള്ളൂ.
ഓക്കെ, ഇനി എന്താ ചോദിക്കുന്നത്? ഒരു സമാന്തര ശ്രേണിയുടെ 22ാമത്തെ പദം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒന്നാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം 21 പ്രാവശ്യം കൂട്ടുമ്പോഴാണ് 22ാമത്തെ പദം കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഒന്നാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം 22 പ്രാവശ്യം കൂട്ടുമ്പോഴാണ് 21 പ്രാവശ്യം കൂട്ടുമ്പോഴാണ് 22ാമത്തെ പദം കിട്ടുന്നത്. ഓക്കെ, നമുക്ക് നോക്കിയേക്കാം. ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് എ ആണല്ലോ. ഓക്കെ, ഇതിന്റെ കൂടെ പൊതുവ്യത്യാസം എത്ര പ്രാവശ്യം കൂട്ടണമെന്ന് അവർ പറഞ്ഞേക്കുന്നത്? 21 പ്രാവശ്യം കൂട്ടുമ്പോഴാണ് 22ാമത്തെ പദം കിട്ടുന്നത്. നമുക്കറിയാം 22ാമത്തെ പദം കിട്ടണമെങ്കിൽ ഒന്നാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം 21 പ്രാവശ്യം കൂട്ടണം. അപ്പൊ നമുക്ക് നോക്കാം, 21d ഇതാണ് 22ാമത്തെ പദം. അപ്പൊ എത്ര? 12ാമത്തെ പദം a+11d, 22ാമത്തെ പദം a+11d. ഈ രണ്ട് പദങ്ങളൂടെ കൂട്ടുന്നതാണ് നമുക്ക് 100 എന്നാണ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് കേട്ടോ, 100 എന്നാണ് നമുക്ക് പറയുന്നുണ്ട്. രണ്ടുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 100 എന്നുള്ള ഉത്തരം കിട്ടി. ഇത്ര ഓക്കെ ആണോ? രണ്ട് കൂട്ടുമ്പോൾ 100 കിട്ടി. ഇനി നമുക്കൊന്ന് കൂട്ടാം. ഇവിടെ ഒരു എ ഇല്ലയോ? ഇവിടെ ഒരു എ ഇല്ലയോ? ഒരു എയും ഒരു എയുടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 2a. ഓക്കെ, 2a പ്ലസ് ഇവിടെ എത്ര ഉണ്ട്? 11dയും ഇവിടെ 21d ഉണ്ട്. ഓക്കെ, അപ്പൊ 11dയും 21d കുടുംബത്തിൽ കിട്ടി 32d എന്ന് കിട്ടി. എത്ര കിട്ടി? 32d എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഓക്കെ, 32d. ഓക്കെ, ഈക്വൽ ടു എത്ര കിട്ടി? 100 എന്ന് കിട്ടി. ക്ലിയർ? ഓക്കെ, അപ്പൊ എത്രയുണ്ട്? a പ്ലസ് എയുടെ കൂടെ ഒന്നാമത്തെ ഒരു എയും ഒരു എയുടെ കൂട്ടി എയും കൂടെ കൂട്ടി 2a, 11dയും 21d കൂടിപ്പോ 32d എന്ന് പറയുന്നതാണ് 100. ഓക്കെ, നമ്മൾ ക്ലിയർ? ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് എങ്കിൽ ഈ ശ്രേണിയിലെ ആദ്യത്തെ 33 പദങ്ങളുടെ തുക കാണാനല്ലേ പറഞ്ഞേക്കുന്നത്? 33 പദങ്ങളുടെ തുകയാണ് നമുക്ക് ഇതിനകത്ത് കാണേണ്ടത്. 33 പദങ്ങളുടെ തുക. നമുക്ക് ഇവിടെ അവസാന പദം തന്നിട്ടില്ല. സം കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻ ഉണ്ട്. Sn is equal to n/2 into 2a plus n-1 into d ഉണ്ട്. Sn is equal to n/2 into tn plus t1 ഉണ്ട്. ഓക്കെ, അപ്പൊ Sn കണ്ടുപിടിക്കാൻ സം കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻ ആണ്. Sn is equal to n/2 into എന്താണ്? tn plus t1 ഉം അതേപോലെ Sn is equal to n/2 into 2a plus n-1 into d ഉണ്ട്. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. Sn is equal to n/2 into 2a plus n-1 into d ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നത് ആദ്യ പദവും അവസാന പദവും തന്നാൽ tn അവസാന പദവും t1 ആദ്യ പദവും തന്നാൽ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. അവസാന പദം തന്നില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ ഇക്വേഷൻ ആണ് Sn is equal to n/2 into 2a plus n-1 into d. ഇവിടെ അവസാന പദം എത്ര നമുക്ക് അറിയത്തില്ല. ആദ്യത്തെ പദം എന്നൊക്കെ വേണമെങ്കിൽ എടുക്കാം. അവസാന പദവും നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ അങ്ങ് ഉപയോഗിക്കാൻ പോകും. ഈ ഇക്വേഷൻ ഇത് ഉപയോഗിക്കാൻ പോകും. ഇതെങ്ങനെ ഉപയോഗിക്കും നമുക്ക് നോക്കാം. Sn equal to ഇതിവിടെ നിൽക്കുവാണ്, ഇതിവിടെ നിന്നോട്ടെ, നമുക്ക് ഇതിന്റെ കാര്യം വരും, നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. Sn is equal to n/2 into 2a plus n-1 into d. ഇതാണ് ഇക്വേഷൻ. Sn is equal to n/2 into 2a plus n-1 into d. ഓക്കെ, ഇനി എന്താണ് നോക്കുന്നത്? എന്നിന്റെ വാല്യൂ n അവർ പറയുന്നുണ്ട്. n എന്ന് പറഞ്ഞ ആദ്യത്തെ 33 പദങ്ങളുടെ തുക n പറയുന്നുണ്ട്. ആദ്യത്തെ 33 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ആദ്യത്തെ 33 പദങ്ങളുടെ തുക. അപ്പൊ നോക്കിയേ, n എന്ന് പറഞ്ഞാൽ 33/2 into 2a പ്ലസ് എന്നിന്റെ വാല്യൂ അറിയാം നമുക്ക് 33 എന്ന് അറിയാമല്ലോ. അവിടെ അങ്ങ് കൊടുക്കുക 33 - 1 into d എന്നും കൊടുത്തു. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 33/2 into 2a പ്ലസ് 33 എന്ന് പറഞ്ഞാൽ 32d എന്നിട്ട് 33 എന്ന് പറഞ്ഞാൽ 32 ഗുണം d 32d. ഈ ബ്രാക്കറ്റ് പൊളിക്കണമെങ്കിൽ ബ്രാക്കറ്റ് വെളിയിൽ കിടക്കുന്ന d അകത്തേറ്റ് ഗുണിക്കുക. അപ്പൊ 33 എന്ന് പറഞ്ഞാൽ 32 ഗുണം d 32d. ഇത്രയും കിട്ടി. ഓക്കെ ആണോ? നമുക്ക് ഇത്രയും സംഭവം കിട്ടി. നമുക്കിവിടെ എന്ത് വേണം? ഇതിന്റെ വാല്യൂ ഈ 33 പദങ്ങളുടെ തുകയാണ് വേണ്ടത്. 33 പദങ്ങളുടെ തുകയാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെ 33 പദങ്ങളുടെ തുക നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? 33 ഡിവൈഡഡ് ബൈ 2 into 2a plus 32d. 2a plus 32d കൂടെ വേണം. 2a plus 32d നമുക്ക് അറിയത്തില്ല.
പക്ഷേ വേറെ കാര്യം എന്തിട്ടുണ്ട് 2a + 32d നമ്മൾ ഇവിടെ മേളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ മേളിൽ ഏതാണ്ട് 2a + 32d വാല്യൂ 100 എന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 2a + 32d വെച്ചാൽ ഈ 2a + 32d എന്ന് പറയുന്നത് എന്തിന് തുല്യമാ? 100ന് തുല്യമാണ്. അപ്പൊ 2a + 32d എവിടൊക്കെ കൊടുത്തിട്ടുണ്ടോ അവിടെ എല്ലാം നമുക്ക് എന്ത് കൊടുക്കാവോ? 100 അങ്ങ് കൊടുക്കാം. 100 കൊടുത്തുകൂടായോ? അപ്പൊ ഞാൻ ഇവിടെ അങ്ങ് കൊടുക്കാൻ പോവാ. ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പോവാ? ഈ വാല്യൂ ഈ ഇതിന് തുല്യമായിട്ടുള്ള വിലയാ 100 ഞാൻ അങ്ങ് കൊടുത്തല്ലോ. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ 100നെ 2 വെച്ചിരിക്കും നമുക്ക് എത്ര കിട്ടും? ഇവിടെ 50 കിട്ടും. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 33 × 50 എന്ന് കിട്ടും. മനസ്സിലായോ? 33 × 50. 33നെ ആൾക്കാർ 100നെ 2 വെച്ചിരിക്കും 50 കിട്ടും. 50 × 33. ഓക്കെ ആണല്ലോ? നമുക്ക് അപ്പൊ 33 × 50 നമുക്ക് ചെയ്യാം. ഓക്കെ, 3 5 15 5 ഇഷ്ടം 1 3 5 15 1 16 0 കൊടുത്തത് ആൻസർ 1650 എന്ന് കിട്ടും. ബി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 1650. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒരു സമാന്തര ശ്രേണിയുടെ ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 12 പദത്തിന്റെയും ആദ്യത്തെ 12 പദത്തിൽ ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദത്തിന്റെയും 22ാം പദത്തിന്റെയും തുക എന്ന് പറയുന്നത് 100 ആയാൽ ആ ശ്രേണിയിലെ 33 പദങ്ങളുടെ തുക എത്രയാണെന്ന് വെച്ചാൽ 1650. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? സമാന്തര ശ്രേണിക്കകത്ത് നല്ല കൊള്ളാവുന്ന ക്വസ്റ്റ്യനിൽ പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നമുക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം, നമ്മളത് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 16 സെന്റിമീറ്റർ വശമുള്ള ഒരു സമയത്തെ വളച്ച് 10 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരമാക്കി മാറ്റിയാൽ അതിന്റെ വിസ്തീർണം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ കണ്ടല്ലോ? ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? 16 സെന്റിമീറ്റർ വശമുള്ള ഒരു സമയദൂരത്തിനെ വളച്ച് 10 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരമാക്കി മാറ്റിയാൽ അതിന്റെ വിസ്തീർണം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 16 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരമാണ്. ഇതിനെ വളച്ച് 16 സെന്റിമീറ്റർ വശമുള്ള ഒരു സമയത്തെ വളച്ച് 10 സെന്റിമീറ്റർ വീതിയുള്ള എന്താക്കി മാറ്റുന്നു? ചതുരമാക്കി മാറ്റിയാൽ അതിന്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ്, മലയാളത്തിൽ പരപ്പളവ് പറയും, വിസ്തീർണം എന്നും പറയും. ഇംഗ്ലീഷിൽ ഏരിയ എന്നാണ് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു പടം വരയ്ക്കുക. ഒരു സമയതരം വരയ്ക്കണ്ടേ? ഓക്കെ, സമയതരം അല്ലെങ്കിൽ സ്ക്വയർ. ഒരു വശം നീളം എന്ന് വെച്ചാൽ 16 സ്ക്വയർ. ഒരു വശം നീളം 16 സെന്റിമീറ്റർ. ഇത് 16 ആണെങ്കിൽ ഇതും 16, ഇതും 16, ഇതും 16. 16 16 16. ഇതാണ് 16 സെന്റിമീറ്റർ. ഓക്കെ, ഇതും 16 സെന്റിമീറ്റർ, 16 സെന്റിമീറ്റർ. ഓക്കെ, ഇതാണ്. ഇത് 16 സെന്റിമീറ്റർ വശമുള്ള ഒരു സമയം വളച്ച്, എന്ന് വെച്ചാൽ ഇത് കമ്പി വെച്ച് ഉണ്ടാക്കിയാന്ന് വിചാരിച്ചോ. കമ്പി വെച്ച് ഉണ്ടാക്കിയ ഒരു സമയമാണെങ്കിൽ നമ്മൾ ഈ കമ്പി അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വലിയ നീളമുള്ള ഒരു കമ്പി കിട്ടും. നീളമുള്ള കമ്പി, ഈ കമ്പി ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നീളമുള്ള ഒരു കമ്പി കിട്ടും. ഈ കമ്പി നമ്മൾ വളച്ച് എന്താക്കാൻ പോവാ? ചതുരമാക്കാൻ പോവാ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ എന്താണ്? 16 സെന്റിമീറ്റർ വശമുള്ള സമയരാകൃതിയായി കമ്പി ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ നീളമുള്ള കമ്പി കിട്ടി. ഇതിനെ ചതുരമാക്കണം. ഇതിനെ ചതുരമാക്കുമ്പോൾ ആ ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം അല്ലെങ്കിൽ ചതുരത്തിന്റെ വളച്ച് വീതി എന്ന് പറയുന്നത്, ചതുരത്തിന്റെ വീതി അവർ ഓൾറെഡി പറയുന്നുണ്ട്. എത്രയാണ്? 10 സെന്റിമീറ്റർ ആയിരിക്കണം വീതി. അങ്ങനെ ആ 10 സെന്റിമീറ്റർ വീതിയുള്ള ഈ ചതുരത്തിന്റെ വിസ്തീർണം എത്ര എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഈ ചതുരത്തിന്റെ വിസ്തീർണം. ഓക്കെ, നമുക്കിത് ചെയ്യാം. വളരെ സിമ്പിളാ. ആദ്യം നമുക്ക് നോക്കാം. ഈ നീളം, ഈ കമ്പിയല്ലേ നമ്മൾ നൂത്തെടുക്കുന്നേ? നമ്മൾ നൂത്തൊരു കമ്പിയാക്കി എടുക്കുമല്ലേ ഇവിടെ? നമ്മൾ നീത്ത് വലിയ നീളമുള്ള ഒരു കമ്പിയാക്കി എടുക്കും. ഇതിനെ പിന്നെ ചതുരമാക്കി വളയ്ക്കണം. ആ നൂത്തെടുക്കുന്ന കമ്പിയുടെ നീളം എത്ര നമുക്ക് ആദ്യം നോക്കാം. ഈ വലിയ കമ്പിയുടെ നീളം എന്ന് വെച്ചാൽ ഇത് ചതുരാകൃതി, ഇതിന്റെ സമയരാകൃതിയായി ഈ ചുറ്റുമുള്ള നീളം എത്ര നോക്കാം. ചുറ്റുമുള്ള നീളം ഈ 16 കൂട്ടുന്നില്ലയോ? എന്ന് വെച്ചാൽ സമചതുരത്തിന്റെ ചുറ്റളവ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നതാണ് ഈ ചുറ്റുമുള്ള ഈ കമ്പിയുടെ നീളം എന്ന് പറയുന്നത്. അപ്പൊ സമയത്തിന്റെ വശത്തിന്റെ നീളത്തെ നമുക്ക് എ എന്ന് എടുക്കാം. സമയത്തിന്റെ ഒരു വശത്തിന്റെ നീളം എ എന്ന് പറയുന്നത് 16 സെന്റിമീറ്റർ ആണ്. സമചതുരത്തിന്റെ ചുറ്റളവ്, സമയത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ 4a. സമയത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ എന്താണ്? 4a ആണ്. 4a. ഓക്കെ ആണല്ലോ? 4a. ഓക്കെ, ഈ 4a എന്ന് പറയും. അപ്പോ എ എന്ന് പറയുന്നത് എത്ര? 16. അപ്പൊ എന്തോ 4 × 16, 4 × 16 അല്ലെങ്കിൽ ഒരു 16 2 3 4 4 പ്രാവശ്യം 16 കൂട്ടുന്നത് ആണ് 4 × 16. 16 × 4 എത്ര കിട്ടി? 64 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ,
ഓക്കെ, 64 സെന്റിമീറ്റർ. ഇതാണ് ഈ ചുറ്റുമുള്ള കമ്പിയുടെ നീളം. ഈ ചുറ്റുമുള്ള കമ്പിയുടെ നീളം 64 സെന്റിമീറ്റർ ആണ്. ഇതിനെയാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്? ഇതിനെ നമ്മൾ ചതുരമാക്കാൻ പോകുക. ചതുരം ആണ്ടെ, ചതുരം ആണ്. ഒരു ചതുരമാക്കി, ചതുരം. അവർ പറയുന്നുണ്ട് ഈ ചതുരത്തിന്റെ ഒരു വീതി എന്ന് പറയുന്നത്, ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആയിരിക്കണം. ചതുരത്തിന്റെ വീതി 10 സെന്റിമീറ്റർ. അപ്പൊ വീതി ഇവിടെ 10 ആയിരിക്കണം. ഇത് 10, ഇതും 10. വീതി നമുക്ക് ബ്രെഡ്ത്ത് എന്ന് കൊടുക്കാം. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കണം. ഇനി എന്ത് വേണം? ഇവിടെ ലെങ്തും വേണം, ഇവിടെ ലെങ്തും ഉണ്ട്. ലെങ്തും ബ്രെഡ്ത്തും. ഓക്കെ, ഇതെല്ലാം കൂട്ടുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കമ്പി വളച്ച്, ഈ പറയുന്ന ചതുരാകൃതിയിലുള്ള ഈ കമ്പി വളച്ചിട്ടാണ് നമ്മൾ സമയരാകൃതിയിലുള്ള കമ്പി വളച്ചിട്ടാണ് നമ്മൾ എന്താക്കിയേക്കുന്നത്? ചതുരമാക്കിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ചതുരത്തിന് ചുറ്റുമുള്ള ഈ കമ്പിയുടെ നീളം എന്ന് പറയുന്നതും എത്ര തന്നെ? ഈ പറയുന്ന 64 തന്നെയാണ്. കാര്യം ഇത് വളച്ചായത് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ നീളം 64. അപ്പോൾ ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നതും 64 തന്നെയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? 64 സെന്റിമീറ്റർ തന്നെയാണ്. ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? 2 × L+B. എന്താണ്? 2 × L+B. 2 × L+B. ഈ 2 × L+B എന്ന് പറയുന്നതാണ് ഈ 2 × L+B എന്ന് പറയുന്നതാണ് എന്ത്? 2 × L+B എന്ന് പറയുന്നതാണ് ഈ ചുറ്റളവായ 64. ഓക്കെ ആണല്ലോ. നമുക്ക് അപ്പൊ L+B, ഒരു എല്ലും ഒരു വീതി, ഒരു ബിയും ഒരു എല്ലും കൂടെ കൂട്ടുമ്പോൾ, ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുമ്പോൾ 2 എല്ലും 2 ബിയുടെ കൂട്ടുന്നതാണ് 64. അപ്പൊ ഒരെല്ലും ഒരു ബി എത്ര നോക്കാം? L+B എത്ര നോക്കാം? L+B എന്ന് പറഞ്ഞാൽ 64 ഡിവൈഡഡ് ബൈ 2 സമം 32 സെന്റിമീറ്റർ എന്ന് കിട്ടും. 32 സെന്റിമീറ്റർ. L+B എന്ന് പറയുന്നത് 32 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ഈ L+B എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലെങ്തും ഒരു ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്നതാണ് 32. ഇതിൽ വീതി നമുക്കറിയാം. എത്ര? വീതി 10 അറിയാം. അപ്പൊ നമുക്ക് നീളം എത്ര കണ്ടുപിടിച്ചാൽ ഇപ്പൊ വീതി 10 അറിയാം. അപ്പൊ വീതി എത്ര? 10 നമുക്കറിയാം. ഈക്വൽ ടു 32. ഇത്രയൊന്നും സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല. നിങ്ങൾ എന്താ വീതി നീളം കൂടുമ്പോൾ 32, ഒന്ന് 10 ആണെങ്കിൽ മറ്റേ 22 ആയിരിക്കും. നമുക്ക് കോമൺ സെൻസ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ വീതി എത്ര, ലെങ്ത് എത്ര കണ്ടുപിടിക്കാൻ 32. ഈ +10 അപ്പുറത്തുമ്പോൾ -10 എത്ര കിട്ടും? 22 എന്ന് കിട്ടും. ഓക്കെ ആണോ? 22. അപ്പൊ എന്ത് കിട്ടി? നീളവും കിട്ടി. പുതുതായിട്ട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ചതുരത്തിന്റെ, ഈ ചതുരത്തിന്റെ നീളവും കിട്ടി, വീതിയും കിട്ടി. ക്ലിയർ ആണല്ലോ? നീളം എന്ന് പറയുന്നത് 22, വീതി എന്ന് പറയുന്നത് 10. എങ്കിൽ നമ്മൾ ചോദിക്കുന്നതിന്റെ വിസ്തീർണം എത്രയാണ് ചോദിച്ചേക്കുന്നത്? ഈ ചതുരത്തിന്റെ വിസ്തീർണം അല്ലെങ്കിൽ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് L × B ആണ്. ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ L × B ആണ്. ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ലെങ്ത് നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. എത്ര? ലെങ്ത് എന്ന് പറഞ്ഞാൽ 22 × ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഓൾറെഡി അവർ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്, 10 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാൻ, ലെങ്ത് എന്ന് പറയുന്നത് 22 സെന്റിമീറ്റർ എന്നും ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ എന്നും എഴുതാം. ഓക്കെ, 22 ലെങ്ത് 22 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 10 സെന്റിമീറ്റർ എന്ന് എഴുതാം. 22 × 10 220. ഇവിടെ സെന്റിമീറ്റർ ഉണ്ട്, ഇവിടെ സെന്റിമീറ്റർ ഉണ്ട്. സെന്റിമീറ്റർ × സെന്റിമീറ്റർ സ്ക്വയർ 220 സെന്റിമീറ്റർ സ്ക്വയർ. ആണ് 220 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ആൻസർ. ഇനി മലയാളത്തിൽ സെന്റിമീറ്റർ സ്ക്വയർ നമ്മൾ വിളിക്കുന്നവരാണ് ചതുരശ്ര സെന്റിമീറ്റർ. വിസ്തീർണം പറയുന്നത് സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ, മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര മീറ്റർ, കിലോമീറ്റർ ആണെങ്കിൽ കിലോമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര കിലോമീറ്റർ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്താ 220 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 220 ചതുരശ്ര സെന്റിമീറ്റർ എന്ന്. കാര്യം സ്കൂൾ ടെക്സ്റ്റിനകത്തൊക്കെ ചതുരശ്ര ചേർത്താണ് മലയാളം എടുത്ത ക്വസ്റ്റ്യനകത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? ഈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ ചതുരശ്ര എന്നാണ് ഓർത്തോണം. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ. ചിലപ്പോൾ ഓപ്ഷനകത്ത് 220 സെന്റിമീറ്റർ, 220 സെന്റിമീറ്റർ സ്ക്വയർ, 220 സെന്റിമീറ്റർ ക്യൂബ്, 220 മീറ്റർ ക്യൂബ് ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ എല്ലാം 220 തന്നെ. അപ്പൊ നമ്മുടെ ഓപ്ഷനകത്തുനിന്ന് ഏത് സെലക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഈ യൂണിറ്റും കൂടെ നോക്കിക്കോണം. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു തീവണ്ടി ഒരു ടെലിഫോൺ പോസ്റ്റിനെ 8 സെക്കൻഡ് കൊണ്ടും
105 മീറ്റർ നീളമുള്ള ഒരു പാലത്തെ 20 സെക്കൻഡ് കൊണ്ടും കടന്നു പോകുന്നു. തീവണ്ടിയുടെ നീളം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒരു തീവണ്ടി ഒരു ടെലിഗ്രാം പോസ്റ്റിനെ 8 സെക്കൻഡ് കൊണ്ടും അത് 105 മീറ്റർ നീളമുള്ള ഒരു പാലത്തെ എത്രയാണ് 20 സെക്കൻഡ് കൊണ്ടും കടന്നു പോകുന്നു. തീവണ്ടിയുടെ നീളം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. നമുക്കിത് പല രീതിയിൽ ചെയ്യാം. ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ രീതി എന്ന് വെച്ചാൽ ഒരു തീവണ്ടി ഒരു ടെലിഫോൺ പോസ്റ്റിനെ 8 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നു. ഒരു തീവണ്ടി ഒരാളിനെയോ ഒരു പോസ്റ്റിനെയോ ഒരു മരത്തെയോ മറികടക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ നീളമില്ലാത്ത എന്തെങ്കിലും അല്ലെ വണ്ണമില്ലാത്ത എന്തെങ്കിലും സാധനമാണ്, ആള് പോസ്റ്റ് മരം ഇതൊക്കെ വെറുതെ സ്കെൽറ്റ് സാധനമാണ്. ഇതിനെ ഒരു ട്രെയിൻ മറികടന്ന് പോകുമെന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളമായിരിക്കണം നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ട്രെയിൻ മാത്രം അങ്ങ് പോയാൽ മതി. ഇപ്പൊ ഞാനിങ്ങനെ ഇരിക്കുന്നത് ട്രെയിൻ പെട്ടെന്ന് തന്നെ മറികടന്ന് പോകും, വലിയ സമയമൊന്നും എടുക്കത്തില്ല. പിന്നെ മാറ്റിയിട്ട് ഒരു അടയ്ക്കാൻ വരെ ഒരു മരമായി ഒരു പോസ്റ്റ് പോയി, മനസ്സിലായോ? ഇതൊക്കെ വളരെ എളുപ്പത്തിൽ മറികടന്ന് അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ആള് പോസ്റ്റ് മരമാണെങ്കിൽ ട്രെയിൻ അതിനെ മറികടക്കാൻ വേണ്ടി എന്താണ് ആളിനെയും പോസ്റ്റിനെയും മരത്തെയും മറികടക്കുന്നു എന്ന് പറയുമ്പോൾ ട്രെയിനിന്റെ നീളമായിരിക്കണം നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ഇനി ഒരു പാലം, ഒരു പ്ലാറ്റ്ഫോം, വേറെ ട്രെയിൻ, ഒരു പാലം, ഒരു പ്ലാറ്റ്ഫോം, വേറെ ട്രെയിൻ, അല്ലെങ്കിൽ ഒരു തുരങ്കം, ഇതിനെയൊക്കെ മറികടക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളവും ആ പറയുന്ന എന്താണോ അതിന്റെ നീളോടെ കൂട്ടി വേണം നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. ഓക്കെ, ഒരു ട്രെയിൻ ഒരു പാലത്തെയോ ഒരു പ്ലാറ്റ്ഫോമിനെയോ വേറെ ട്രെയിനെയോ ഒരു തുരങ്കത്തെയോ മറികടക്കുന്ന വെച്ചാൽ രണ്ട് നീളോടെ കൂട്ടിയാണ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. പക്ഷെ ആള്, പോസ്റ്റ്, മരം എന്നിവയാണെങ്കിൽ ട്രെയിനിന്റെ നീളം മാത്രമായിരിക്കും നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ ചെയ്ത് നോക്കിയോ? വളരെ സിമ്പിൾ ആയിട്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു തീവണ്ടി ഒരു ടെലിഗ്രാഫ് പോസ്റ്റിനെ 8 സെക്കൻഡ് കൊണ്ടും വെച്ചാൽ ഒരു ടെലിഫോൺ പോസ്റ്റ് അല്ലെങ്കിൽ ടെലിഗ്രാഫ് പോസ്റ്റ് എന്തോ ആയിക്കോട്ടെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. ഈ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 8 സെക്കൻഡ് കൊണ്ട് ഈ ടെലിഗ്രാം പോസ്റ്റിനെ മറികടക്കുന്നു വെച്ചാൽ ട്രെയിനിന്റെ നീളം മാത്രം ഓടിയാൽ മതിയോടോ. ട്രെയിനിന്റെ നീളം മാത്രം ഓടിയാൽ മതി. ട്രെയിനിന്റെ നീളം മാത്രം ഓടാൻ എടുക്കുന്ന സമയമാണ്, ആ ട്രെയിൻ മാത്രം മറികടക്കാൻ എടുക്കുന്ന സമയമാണ് 8 സെക്കൻഡ്. ഇനി എന്താണ് പറയുന്നത്? ഇത് 105 മീറ്റർ നീളമുള്ള ഒരു പാലത്തെ 20 സെക്കൻഡ് കൊണ്ട് മറികടക്കും. 105 മീറ്റർ നീളമുള്ള ഒരു പാലത്തെ നോക്കിയേ, 105 മീറ്റർ നീളമുള്ള ഒരു പാലത്തെ എത്ര സമയം കൊണ്ടാ? 20 സെക്കൻഡ് കൊണ്ട് ഇത് മറികടക്കുന്നു എന്നാണ് പറയുന്നത്. ഈ 105 മീറ്റർ നീളമുള്ള ഒരു പാലത്തെ ഇത് 20 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു എങ്കിൽ, 105 മീറ്റർ നീളമുള്ള ഒരു പാലത്തെ 20 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നുവെങ്കിൽ ഈ 105 മീറ്റർ മാത്രം ഓടിയാൽ പോരാ ട്രെയിന്. 105 മീറ്റർ നീളമുള്ള പാലം ഓടണം, ഈ വരുന്ന ട്രെയിനിന്റെ നീളം ഓടണം. കാര്യം രണ്ടും കൂടെ മറികടന്നാലേ ഇത് മറികടക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? ഇപ്പൊ ഉദാഹരണം അപ്പൊ നോക്കിയേ, ഇപ്പൊ ഒരാൾ ഇവിടെ നിൽക്കുക, ഒരു ട്രെയിൻ ഓടി വരാം. ട്രെയിൻ ഓടി ഇങ്ങനെ വന്നു. ഓക്കെ, ആളിനെ അങ്ങ് മറികടക്കും. ഞാൻ ഇങ്ങോട്ട് പറയാം, മറികടക്കുന്നുണ്ട്, ഇങ്ങനെ മറികടന്ന് പോയി. അപ്പൊ എന്ത് മാത്രം ഓടിയാൽ മതി? ഈ നിൽക്കുന്ന ട്രെയിനിന്റെ നീളം മാത്രം ഓടിയാൽ മതി. ഇനി ഈ ട്രെയിൻ ഒരു പാലത്തെയാണ് മറികടക്കുന്നത് വെച്ചിട്ട്, ഒരു പാലം നമ്മൾ ട്രെയിൻ ഓടി വരുമോ? ട്രെയിൻ ഓടി ആദ്യം ഇവിടെ വരും. ഓക്കെ, ട്രെയിൻ ഓടി ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പൊ എന്ത്? പാലത്തെ കയറി. ഇത് ബ്രിഡ്ജാണ്, ഇത് ട്രെയിനാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇത് കയറി. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ഓരോ വശവും കൂടെ ഇറങ്ങണം. ഇതിന്റെ ട്രെയിനിന്റെ നീളം ഓരോന്നോരോന്നായിട്ട് ഓടി ഇറങ്ങണം. ട്രെയിനും കൂടെ മൊത്തത്തിൽ ഇറങ്ങണം. മനസ്സിലായി? ഇത് ഓടി. അപ്പൊ എന്ത് ചെയ്ത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ബ്രിഡ്ജും ഈ ട്രെയിനിന്റെ നീളം ഇത്രയും കൂടെ ഓടുമ്പോഴേ ഇതിന് മറികടക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇത് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വളരെ സെക്കൻഡുകൾക്കുള്ളിൽ ആൻസർ ചെയ്യാം. എങ്ങനെ ചെയ്യുന്നു നോക്കിക്കോ. ഓക്കെ, നമുക്കിതെങ്ങനെ മറികടക്കാം? ഓക്കെ, ഈ 8 സെക്കൻഡ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം മാത്രം ഓടാനുള്ള സമയം. ഈ പറയുന്ന 20 സെക്കൻഡ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളവും പാലത്തിന്റെ നീളവും, അല്ലെങ്കിൽ ഏതാ പറയുന്നത്, പാലത്തിന്റെ നീളവും കൂടെ മറികടക്കാൻ എടുക്കുന്ന സമയം. 8 സെക്കൻഡ് മാത്രം ട്രെയിനിന്റെ നീളവും പാലത്തിന്റെ നീളവും കൂടെ ചേർത്ത് മറികടക്കാൻ എടുക്കുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത്? ട്രെയിനിന്റെ നീളവും പാലത്തിന്റെ നീളവും കൂടെ ചേർത്ത് മറികടക്കാൻ എടുക്കുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത്? ഈ 20 സെക്കൻഡ് എന്ന് പറയുന്നത്. ഈ 20 സെക്കൻഡിൽ നിന്ന്
പാലത്തിന്റെ നീളം മാത്രമല്ല, ആളിനെ മാത്രം മറികടക്കാൻ എന്ന് വെച്ചാൽ ട്രെയിനിന്റെ നീളം മാത്രം മറികടക്കാൻ എടുക്കുന്ന ഈ 8 സെക്കൻഡ് കുറച്ചാൽ ബാക്കി വരുന്ന 12 സെക്കൻഡ് എന്ന് പറയുന്നത് ഈ 105 മീറ്റർ നീളമുള്ള പാലത്തെ മാത്രം മറികടക്കാൻ എടുക്കുന്ന സമയം. ഓക്കെ ആണല്ലോ. ഈ 20 സെക്കൻഡിനകത്ത് എന്തൊക്കെയുണ്ട്? ട്രെയിനിന്റെ നീളം മറികടക്കാൻ എടുക്കുന്ന സമയമുണ്ട്, പിന്നെ എന്തുണ്ട്? പാലത്തിന്റെ നീളം കൂടെ മറികടക്കാനുള്ള സമയമുണ്ട്. ഈ പറയുന്ന 8 സെക്കൻഡിനകത്ത് എന്താ? ട്രെയിനിന്റെ നീളം മാത്രം മറികടക്കാം. അപ്പൊ ട്രെയിനിന്റെ നീളം മാത്രം മറികടക്കാൻ 8 സെക്കൻഡ്, ട്രെയിനിന്റെ നീളവും പാലത്തിന്റെ നീളവും ചേർത്ത് മറികടക്കാൻ 20 സെക്കൻഡ്. അപ്പൊ 20 സെക്കൻഡിൽ നിന്ന് ട്രെയിനിന്റെ നീളം മാത്രമായ 8 സെക്കൻഡ് കുറച്ചാൽ ബാക്കി വരുന്ന ഈ 12 സെക്കൻഡ് എന്ന് പറയുന്നത് 12 സെക്കൻഡ് ട്രെയിനിന്റെ നീളം മാത്രം പാലത്തിന്റെ നീളം മാത്രം മറികടക്കാൻ എടുക്കുന്ന സമയമാണ്. പാലത്തിന്റെ നീളം മാത്രം. അപ്പൊ പാലത്തിന്റെ നീളം എത്ര? 105 മീറ്റർ. ഈ 105 മീറ്റർ മാത്രം മറികടക്കാനാണ് ഈ ട്രെയിൻ 12 സെക്കൻഡ് എടുക്കുന്നത്. അതിന്റെ കൂടെ ഒരു 8 സെക്കൻഡ് കൂടെ എടുക്കുകയാണെങ്കിൽ പാലത്തിന്റെ നീളവും ട്രെയിനിന്റെ നീളവും കൂടെ ചേർത്ത് മറികടക്കും. ഓക്കെ ആണല്ലോ. നമുക്ക് ആ ഒരു കൺസെപ്റ്റ് വെച്ച് ഇത് എളുപ്പം ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് നോക്കാം. നമ്മളിവിടെ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 105 മീറ്റർ മാത്രം മറികടക്കാനാണ് 12 സെക്കൻഡ്. 105 മീറ്റർ മാത്രം മറികടക്കാനാണ് 12 സെക്കൻഡ്. ഓക്കെ ആണല്ലോ. 105 മീറ്റർ. അപ്പൊ 105 മീറ്റർ മറികടക്കാൻ അപ്പൊ എന്താണോ 105 മീറ്റർ മറികടക്കാൻ എത്ര സമയം? 12 സെക്കൻഡ്. 12 സെക്കൻഡ്. ഓക്കെ. ഇതാണ് ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ ആണല്ലോ. ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 105 മീറ്റർ. ടൈം എന്ന് വെച്ചാൽ 12 സെക്കൻഡ്. ഡിസ്റ്റൻസ് 105 മീറ്ററും ടൈം എന്ന് വെച്ചാൽ 12 സെക്കൻഡും. ഓക്കെ. അപ്പൊ 105/12 ഇതാണ് എന്താണ് ട്രെയിനിന്റെ വേഗത എന്ന് വെച്ചാൽ ട്രെയിനിന്റെ വേഗത 105/12 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ട്രെയിനിന്റെ വേഗത. ഓക്കെ ആണല്ലോ. ഈ ട്രെയിനിന്റെ വേഗത കിട്ടി. ഇനി എന്താണ് ചോദിച്ചേക്കുന്നത് എങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതാണ് ഇതാണ്. ഈ തീവണ്ടിയുടെ നീളം എത്ര എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. തീവണ്ടിയുടെ നീളം മാത്രം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ തീവണ്ടി മാത്രം മറികടക്കാൻ എടുക്കുന്ന സമയമായ 8 സെക്കൻഡ് അവർ തന്നിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ട്രെയിനിന്റെ നീളമാണ്. നമ്മളിവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ടൈം ഇൻറ്റു സ്പീഡ് ആണ്. ടൈം എന്ന് പറയുന്നത് ഈ ട്രെയിനെ മാത്രം മറികടക്കാൻ എടുക്കുന്ന ടൈമാണ്. എത്ര സമയം? 8 സെക്കൻഡ്സ് എന്ന് പറയുന്നത് 8 സെക്കൻഡ്സ്. ഓക്കെ. ഇൻറ്റു ആ ട്രെയിനിന്റെ വേഗത നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര? 105/12 കിട്ടിയല്ലോ. നമുക്ക് എത്ര വെച്ച് കിട്ടാം? 8 വെച്ച് കിട്ടാം. ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ സെക്കൻഡും ഈ സെക്കൻഡൂടെ ക്യാൻസൽ ആയിപ്പോ നമുക്ക് 4 വെച്ച് കിട്ടാം. 2 4 8 3 4 12. ഓക്കെ. 1 3 3 3 9 I 3 15 35 ഗുണം 2 70 മീറ്റർ എന്നുള്ള ഉത്തരം കിട്ടും. എത്ര ഇട്ടോ? 70 മീറ്റർ. ഈ 70 മീറ്റർ ആണ് ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷൻ സി ഓപ്ഷൻ ആണ്. 70 മീറ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ 20 സെക്കൻഡ് എന്ന് പറയുന്നത് ട്രെയിനും പാലും കൂടെ മറികടക്കാൻ, 8 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ മാത്രം മറികടക്കാൻ. അപ്പോൾ അതിൽ 20 8 കുറച്ചാൽ 12 സെക്കൻഡ്. ഈ 12 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ 105 മീറ്റർ നീളമുള്ള പാലത്തെ മാത്രം, പാലത്തിന്റെ ഈ എൻഡിൽ നിന്ന് ഈ എൻഡ് വരെ ഓടി ട്രെയിൻ വരാൻ എടുക്കുന്ന സമയമാണ് ഈ 12 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ. അതാണ് 105 മീറ്റർ. ഇപ്പൊ 105 മീറ്റർ മറികടക്കാൻ 12 സെക്കൻഡ് എടുക്കുന്നെങ്കിൽ ഒരു സെക്കൻഡിൽ അത് എത്ര ദൂരം സഞ്ചരിക്കും അറിയാൻ? 105/12. അതാണ് അതിന്റെ സ്പീഡ്, മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഇനി നമുക്ക് ട്രെയിനിന്റെ നീളം കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ടൈം ഇൻറ്റു സ്പീഡ്. ടൈം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം. ഇപ്പൊ ട്രെയിൻ മാത്രം മറികടക്കാൻ എടുക്കുന്ന സമയം, ട്രെയിൻ മാത്രം ഓടാൻ അല്ലെങ്കിൽ ആളിനെ മറികടക്കാൻ സമയം 8 സെക്കൻഡിനെ അതിന്റെ സ്പീഡായ 105/12 കൊണ്ട് ഗുണിച്ചാൽ മതി. ആൻസർ 70 മീറ്റർ എന്നുള്ള ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ. 70 മീറ്റർ എന്നുള്ള ഉത്തരം കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 70 മീറ്റർ എന്ന് കിട്ടും. ഇനി ട്രെയിനിന്റെ നീളവും പാലത്തിന്റെ നീളവും മൊത്തത്തിലാണ് ചോദിക്കുന്നെങ്കിലോ? മൊത്തത്തിലാണെന്ന് ചോദിക്കുന്നത് നമുക്ക് ഇവിടെ 20 സെക്കൻഡ് അങ്ങനെ ചോദിക്കത്തില്ല. മൊത്തത്തിൽ ചോദിക്കുവാണെങ്കിൽ എന്താണ്? 20 കൊണ്ട് ഗുണിച്ചാൽ ട്രെയിനിന്റെയും പാലത്തിന്റെയും മൊത്തത്തിൽ നീളം ചോദിച്ചാൽ ഇവിടെ 20 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണല്ലോ. നമ്മൾ ഇതായിരിക്കും ഇതിന്റെ എളുപ്പമായിട്ടുള്ള എച്ചിലും കൂടെ ഷോർട്ട് ആയിട്ടുള്ള ഒരു മാർഗം. ഇനി ഇതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ പോരാ, നമുക്ക് എന്ത് ചെയ്യാം? വേറെ രീതിയിലൂടെ ചെയ്യണം, എക്സിറ്റ് ചെയ്യണം എങ്കിൽ നമുക്ക് എക്സിറ്റൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. ഓക്കെ. എക്സിറ്റ് നമ്മൾ ചെയ്യുന്നത് നോക്കി. എക്സിറ്റ് ചെയ്യുന്നത് ഇവിടെ ട്രെയിനിന്റെ നീളത്തെ നിങ്ങൾ എക്സ് ആയിട്ട് എടുക്കണം. ട്രെയിനിന്റെ നീളം ഓക്കെ ആണല്ലോ. ഓക്കെ. ട്രെയിനിന്റെ നീളം എക്സ് ആണ്.
എക്സ്. ഓക്കെ, അതിന്റെ ടൈം പറയുന്നുണ്ട് 8. ട്രെയിനിന്റെ നീളം എക്സ്, ടൈം പറയുന്നുണ്ട് 8. അപ്പൊ നമുക്കറിയാം DTS അറിയാലോ. DTS ഡി എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ്, ടി എന്ന് വെച്ചാൽ ടൈം, എസ് എന്ന് വെച്ചാൽ സ്പീഡ്. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുക, ഡി എങ്ങനെ തപ്പി പിടിക്കുക, ടൈം ഇൻറ്റു സ്പീഡ്. ടൈം ആണ് കണ്ടുപിടിക്കുക, ടി തപ്പി പിടിക്കുക, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എസ് എങ്ങനെ തപ്പി പിടിക്കുക, ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളത്തെ എക്സ് ആയിട്ട് എടുക്കാം. ആ എക്സും അതെടുക്കുന്ന സമയം എന്ന് പറയുന്നാൽ 8 ആണ്. കാര്യം എന്താ, ട്രെയിൻ ആളിനെ മറികടക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 8 സെക്കൻഡാണ്. ട്രെയിനിന്റെ അപ്പോൾ ആള് പോസ്റ്റ് മരമാണെങ്കിൽ ട്രെയിനിന്റെ നീളം നമ്മൾ എന്താണ് എടുക്കണം, ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ ട്രെയിനിന്റെ നീളം എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത്, ടൈം എന്ന് പറയുന്നത് 8 എന്ന് കിട്ടി. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നത് സ്പീഡ് കിട്ടി. ഇനി എന്താ, രണ്ടാമതൊരു സ്പീഡ് കൂടെ പറയുന്നുണ്ട്. എന്താണ്, ട്രെയിൻ എന്തിനെ മറികടക്കുന്നു വെച്ചാൽ പാലത്തെ മറികടക്കുന്നു. ഏത് പാലത്തെ? 105 മീറ്റർ നീളമുള്ള പാലത്തെ. ഓക്കെ, അപ്പൊ ട്രെയിൻ പാലത്തെയോ പ്ലാറ്റ്ഫോമിനെയോ വേറെ ട്രെയിനെയോ മറികടക്കണമെങ്കിൽ രണ്ടുകൂടെ കൂട്ടിയിട്ട് ഡിസ്റ്റൻസ് എടുക്കണമെന്നല്ലോ ഞാൻ പറഞ്ഞത്. രണ്ടുകൂടെ കൂട്ടിയിട്ട് വേണം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടുത്തെ അടുത്ത സ്പീഡ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം എക്സ് ആണ്. അതിന്റെ കൂടെ 105 മീറ്റർ നീളമുള്ള ഒരു പാലോടെ മറക്കുമ്പോൾ എക്സ് പ്ലസ് 105. ഇതാണ് ഡിസ്റ്റൻസ് ആയിട്ട് അടുത്തത്. പാലത്തെ മറികടക്കുമ്പോൾ ഡിസ്റ്റൻസ് ഇതാണ്. അതിന്റെ ടൈം പറയുന്നുണ്ട് എത്രയാണ്, 20 സെക്കൻഡ്സ്. 20 സെക്കൻഡ്സ് എന്ന് കിട്ടുന്നുണ്ട്. 20 സെക്കൻഡ്സ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതും സ്പീഡാ. ഒരു ട്രെയിൻ അല്ലേ ഇവിടെ ഓടി വരുന്നത്, ഒരേ വേഗതയിലല്ലേ ഓടി വരുന്നത്. ഒരു ട്രെയിൻ തന്നെ ഓടി വരുന്നത്. ആളിനെ മറികടക്കുന്നത് ആ വേഗതയിൽ തന്നെ, പാലത്തെ മറികടക്കുന്നത് ആ വേഗതയിൽ തന്നെ. അപ്പൊ ഒരു ട്രെയിനാണ് ഇത് രണ്ടിനെയും മറികടക്കുന്നത്. അത് നിങ്ങൾ ഓർത്തോണം. ആളിനെ മറികടക്കുന്നതും പിന്നെ പാലത്തെ മറികടക്കുന്നതും ഒരു ട്രെയിൻ തന്നെയാണ്, ഒരേ വേഗതയിലുമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരേ വേഗതയിലുമാണ് ഇത് മറികടക്കുന്നത്. അപ്പൊ രണ്ടിന്റെയും വേഗതയും തുല്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ വേഗതയും തുല്യമാണ്. അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് വേഗത ഒന്നാമത്തത് എക്സ് ബൈ 8 എന്ന് പറയുന്നതും എക്സ് പ്ലസ് 105/8 105/20 ഇതും ഈ രണ്ട് സ്പീഡും തുല്യമാണ്. ഈക്വൽ ടു കൊടുക്കാം. ഇനി ഇവിടെ സമത്തിന് അപ്പുറം ഇപ്പുറവും താഴെ കിടക്കുന്ന സംഖ്യകൾ തമ്മിലും നമുക്ക് വെട്ടിച്ചെറുതാക്കാം, മേളിൽ കിടക്കുന്ന സംഖ്യകൾ തമ്മിലും വെട്ടിക്കാം. സമത്തിന് ഒരു സൈഡിൽ കിടക്കുമ്പോഴും മേളിലും താഴെയുള്ള സംഖ്യകൾ തമ്മിൽ വെട്ടുന്നത്. സമത്തിന് അപ്പുറം ഇപ്പുറവും ഒരേ സൈഡിൽ തന്നെ കിടക്കുന്ന താഴെ കിടക്കുന്ന സംഖ്യ, അതായത് ഛേദത്തിൽ കിടക്കുന്ന തമ്മിൽ വെട്ടാം, അംശത്തിൽ കിടക്കുന്ന തമ്മിൽ വെട്ടാം. ഇപ്പൊ ഇവിടെ കാര്യം എന്താ, 20 ഹരിച്ച് സമത്തിന് ഇപ്പുറം വരെ ഗുണിക്കുമ്പോൾ 20 അങ്ങ് മേളിൽ വരും. ഇപ്പൊ 8 20 കൂടെ വെട്ടാം എന്ന് പറയുന്നത് നമുക്ക് ഇതൊന്ന് വെട്ടി ചെറുതാക്കാം. 4 വെച്ച് വെട്ടാം. ഓക്കെ, 4 8 I4 20. ഓക്കെ ആണല്ലോ, I4 20. അപ്പൊ അതിട്ട് ഇനി എന്താ, നമുക്ക് സ്പീഡ് ചെയ്യാനുള്ള ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഈ 5ഉം എന്ത് വേണം, ഈ 5 20 കൂടെ നമുക്ക് എന്ത് വേണം, 5x കൂടെ ക്രോസ് ചെയ്ത് തുടങ്ങി. 5 × x 5x. ഓക്കെ, ഇതിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. ഈ 2 കൊണ്ട് ഈ ഓരോ സംഖ്യയും ഗുണിക്കണം. 2 കൊണ്ട് നമ്മൾ ഗുണിക്കുന്നത് എന്തിനൊക്കെയാ, എക്സ് പ്ലസ് 105നെയും ഗുണിച്ച് വെച്ചാൽ എക്സ് പ്ലസ് 105. ഓക്കെ ആണല്ലോ. ഇനി ഈ ബ്രാക്കറ്റ് പൊളിക്കണമെങ്കിൽ ബ്രാക്കറ്റ് വെളിയിൽ കിടക്കുന്ന 2 അകത്തേറ്റ് ഓരോ സംഖ്യ നിങ്ങൾ അങ്ങ് ഗുണിച്ച് വെച്ചാൽ മതി. ഓരോ സംഖ്യ ഗുണിച്ചാൽ വേറെ അകത്തേച്ച് പരിപാടിയൊന്നുമില്ല. ഓരോ സംഖ്യ നിങ്ങൾ അങ്ങ് ഗുണിച്ച് വെക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. 5x ഈക്വൽ ടു 2 × x 2x പ്ലസ് 2 × 105 210 210 2 × x 2x 105 × 2 210. ഇനി എന്താ, എക്സ് എല്ലാം ഒരു സൈഡിലാക്കാം, എക്സ് ഇല്ലാത്തതെല്ലാം ഒരു സൈഡിലാക്കാം. ഈ 2x എന്ത് 2x ആ, പ്ലസ് 2x ആണോ? പ്ലസ് 2x നമ്മൾ സമത്തിന് ഇപ്പുറം കൊണ്ടുവരുമ്പോൾ മൈനസ് 2x എന്നാവും. മൈനസ് 2x. അപ്പൊ പ്ലസ് 2 അപ്പൊ എന്താ, 5x പ്ലസ് 2x വരുമ്പോൾ മൈനസ് 2x ഈക്വൽ ടു 210. 5x നിന്ന് 2x കുറച്ചാൽ 3x. 3x ഈസ് ഈക്വൽ ടു 210. നമുക്ക് 3x അല്ല വേണ്ടത്, വെറും x മാത്രം മതി. x ഈസ് ഈക്വൽ ടു 210. ഈ 3 ഇവിടെ ഗുണിച്ചേക്കല്ലോ. 3 ഇവിടെ ഗുണിച്ചേക്കല്ലേ. ഗുണിച്ചേക്കുന്ന സമത്തിനപ്പുറം മുമ്പ് ഹരിക്കാം. അപ്പൊ എന്താ വരുമ്പോൾ ഡിവൈഡഡ് ബൈ 3. x ഈസ് ഈക്വൽ ടു 7 3 21 70. എക്സിന്റെ വാല്യൂ 70 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 70. എക്സ് നമ്മൾ എന്തായിട്ട് എടുത്തേക്കുന്നത്, ട്രെയിനിന്റെ നീളമായിട്ടല്ലേ എക്സ് എടുത്തേക്കുന്നത്. ട്രെയിനിന്റെ നീളം x ആണ്. ഇവിടെ ട്രെയിനിന്റെ നീളം x ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ 70 എന്ന് കിട്ടും. നമ്മുടെ സി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്ന ആ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4 വർഷം കൊണ്ട് ഒരു തുക 9/25 ഭാഗം
4 വർഷം കൊണ്ട് ഒരു തുകയുടെ 9/25 ഭാഗം സാധാരണ പലിശയായി ലഭിച്ചു എന്ന് കരുതുക. വാർഷിക പലിശ നിരക്ക് എത്രയാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാ. റീസെന്റ് നടന്നൊരു പരീക്ഷയുടെ ക്വസ്റ്റ്യനാ. വളരെ സിമ്പിളാ. ഓക്കെ, നമുക്കിതേ ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പൊ നടന്ന പരീക്ഷയുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. SM സഹിതമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കിയേ. 4 വർഷം കൊണ്ട് ഒരു തുകയുടെ 9/25 ഭാഗം സാധാരണ പലിശയായി ലഭിച്ചു. സാധാരണ പലിശയായി ലഭിച്ചു എന്ന് കരുതുക. വാർഷിക പലിശ നിരക്ക് എത്ര? അപ്പൊ നമുക്ക് വാർഷിക പലിശ നിരക്ക് എത്ര എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഒരു കാര്യം അറിയാം, 4 വർഷം കൊണ്ട് ഒരു തുകയുടെ 9/2 ഭാഗം സാധാരണ പലിശയായി ലഭിച്ചു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ എന്താണ് പറഞ്ഞേക്കുന്നത്? 4 വർഷം കൊണ്ട് ഒരു തുകയുടെ 9/5 ഭാഗം 9/25 ഭാഗം സാധാരണ പലിശയായി ലഭിച്ചു എങ്കിൽ പലിശ നിരക്ക് എത്ര? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? സാധാരണ ഇതെല്ലാവരും ചെയ്യാറുള്ള രീതി, ഇതിന്റെ മുതൽ കണ്ടുപിടിച്ച് ഒക്കെയാണ് ചെയ്യുന്നത്. മുതൽ നമ്മൾ 100 എന്നൊക്കെ എടുത്ത് കൺസെപ്റ്റ് എടുത്തൊക്കെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്നില്ല. എളുപ്പമാർഗം, ഷോർട്ട് കട്ട്. ഇതൊക്കെ മിക്കപ്പോഴും SSCയുടെ പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എപ്പോഴും ഞാൻ SSCയുടെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കാര്യം അതിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻ SSCക്ക് ഈ മോഡലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് പിന്നെ ആൻസർ ചെയ്യാം. നിങ്ങൾ നോക്കിയാൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ തന്നിരിക്കുന്ന വർഷം തന്നിട്ടുണ്ട്, 4 വർഷം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്കൊന്ന് എഴുതാം. നമ്പർ ഓഫ് ഇയറിനെ 4 എന്നങ്ങ് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇനി അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? പലിശ നിരക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിക്കോട്ടെ. ഇക്വേഷൻ കാര്യമൊന്നുമില്ല, എളുപ്പം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ I = PNR ആണ്. I = PNR-നകത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ I = PNR/100 ആണ്. അതിനകത്തിട്ട് നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അതുകൊണ്ട് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ R = I × 100 / P × N ആണ്. ഞാൻ എഴുതാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് I × 100 / P × N ആണ്. ഇതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് ഇനി എന്തൊക്കെ വേണം ഇതിനകത്ത്? I വേണം, P വേണം, N വേണം. ഓൾറെഡി N മാത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഇനി എന്താണ് പറയുന്നത്? ഒരു തുകയുടെ 9/25 ഭാഗം പലിശയായി ലഭിച്ചു എന്ന് പറയുന്നത്. തുകയുടെ 9/25 ഭാഗം പലിശയായി ലഭിച്ചു. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ ഒരു ഷോർട്ട് കട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? മുകളിൽ കിടക്കുന്ന സംഖ്യ ഏതാണോ അതിനെ നിങ്ങൾ അയ്യാട്ടങ്ങ് എടുത്തേക്കണം. മുകളിൽ കിടക്കുന്ന സംഖ്യ ഏതാണോ അതിനെ നിങ്ങൾ എന്തായിട്ട് എടുക്കണോടോ? അയ്യാട്ടങ്ങ് എടുത്തേക്കണം. വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ I കിട്ടി. I എന്ന് പറയുന്നത് 9. നമ്മൾ ഈ താഴെ എഴുതിക്കുന്ന സംഖ്യയിലൂടെ അത് നിങ്ങൾ പിയാട്ടങ്ങ് എടുത്തേക്കണം. താഴെ എഴുതിക്കുന്ന സംഖ്യ പിയാട്ടങ്ങ് എടുത്തേക്കണം. താഴെ എഴുതിക്കുന്ന സംഖ്യ എത്ര? 25. അതിനെ ഞാൻ പിയാട്ടങ്ങ് എടുക്കുക. P25. ഓക്കെ, കിട്ടിയോ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ കിട്ടി? N കിട്ടി 4 വർഷം, അതേപോലെ I കിട്ടി 9, P കിട്ടി 25. ഓക്കെ, നമുക്ക് ഇക്വേഷൻ തന്നെ കൊടുക്കാം. നമുക്ക് വേണ്ടത് 6 ആണ്. 6 മാത്രം അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഇട്ട് കൊടുക്ക്. R = I യുടെ വാല്യൂ എന്ന് പറയുന്നത് 9 × 100 / P എന്ന് പറയുന്നത് എത്രയാണ്? P എന്ന് പറയുന്നത് 25 × N. നമ്പർ ഓഫ് ഇയർ എത്ര? 4. ഓക്കെ, 25 × 4 100. 100 ക്യാൻസൽ ആയി പോകും, അല്ലെ? വേണ്ട. ഒരു 25 4 25 100. ഈ 4 ക്യാൻസൽ ആയി പോകും. ആൻസർ 9% അവിടുത്തെ പലിശ നിരക്ക്. അവിടുത്തെ പലിശ നിരക്ക് എത്രയാണ്? 9%. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ 6 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ I × 100 / P × N ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 4 വർഷം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇയർ 4 എന്ന് കൊടുക്കുക. ഒരു തുകയുടെ 9/25 ആകുമ്പോൾ 9 മുകളിലുള്ള സംഖ്യ ഏതാണോ അതിനെ നിങ്ങൾ I ആട്ടും, താഴെയുള്ള സംഖ്യ ഏതാണോ അതിനെ നിങ്ങൾ P ആട്ടോ അങ്ങ് എടുത്തോ. അങ്ങനെ എടുക്കണം. എടുത്തതിന് ശേഷം നമുക്ക് എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. 6 കണ്ടുപിടിക്കാൻ I × 100 / P × N. അതോടെ ഇട്ട് കൊടുത്താൽ മതി. ക്ലിയർ? ഓക്കെ ആണോ? നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇന്ന് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തുകയെ 100 അസ്യൂം ചെയ്തുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് ചെയ്യാം. 100 അസ്യൂം ചെയ്യുമ്പോൾ തുകയെ 100 അസ്യൂം ചെയ്യുമ്പോൾ 100ന്റെ 9/25 വെച്ച് ചെയ്യാം. 9 36നെ നമുക്ക് I ആയിട്ട് എടുക്കാം. അങ്ങനെ ചെയ്ത് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്ത് നമ്മൾ സമയം കളയണമെന്നില്ല. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ക്ലിയർ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഓക്കെ, നിങ്ങൾ നോക്കിയേ, നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം 120 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഒരു ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം 120 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 120 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ, 120 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഓക്കെ, യെസ്. ഇനി എന്താ പറയുന്നത്? ഇത് രണ്ട് അർദ്ധഗോളങ്ങളായി മാറ്റിയാൽ, രണ്ട് അർദ്ധഗോളങ്ങൾ, ഹെമിസ്ഫിയർ, ഗോളം, സ്ഫിയർ എന്ന അർദ്ധഗോളം ഹെമിസ്ഫിയർ ആക്കി മാറ്റിയാൽ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം സെക്കൻഡുകൾക്കുള്ളിൽ ആൻസർ ചെയ്യാം. സെക്കൻഡുകൾക്കുള്ളിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പൊ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യനാ, ഇപ്പൊ ഈ ഇടയ്ക്ക് നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യനാ. ഓക്കെ, എന്താണ്? ഒരു ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 120 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഇതിനെ രണ്ട് അർദ്ധഗോളങ്ങളായി മുറിച്ചു മാറ്റിയാൽ, ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കേണ്ട. ഇക്വേഷൻ ഉപയോഗിക്കാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഗോളമുണ്ടല്ലോടോ, ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം ഉണ്ടല്ലോ, ഈ ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണത്തിന്റെ മുക്കാൽ ഭാഗം അല്ലെങ്കിൽ 3/4 ആയിരിക്കും ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണത്തിന്റെ മുക്കാൽ 3/4 ആയിരിക്കും ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം. ഇവിടെ വെട്ടാം. 1 4 4 3 4 12 3 9 90 ആയിരിക്കും ഇതിന്റെ ആൻസർ, അല്ലെങ്കിൽ 90 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. എ ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഒരു ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 120 സെന്റിമീറ്റർ, ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അതിന് രണ്ട് അർദ്ധഗോളങ്ങളായി മുറിച്ചു മാറ്റിയാൽ ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണത്തിന് 3/4, മുക്കാൽ ഭാഗമായിരിക്കും. എപ്പോഴും മാറത്തേ ഇല്ല. ഓക്കെ, ഇനി ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യണം. ഞാനിത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പോവാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ മതി എങ്കിൽ നമ്മൾ ഇത് എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ, ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്പിയറിന്റെ ആണ്. സ്പിയറിന്റെ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? 4πr². 4πr². ഓക്കെ, ഈ 4πr² എന്ന് പറയുന്നതാണ് 120. 4πr². അപ്പൊ 4πr² എന്ന് പറയുന്നതാണ് 120. ഇതിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആരം സ്ക്വയർ കണ്ടുപിടിക്കുക, r² കണ്ടുപിടിക്കുക. ഈ r² എന്ന് പറയുന്നത് എന്ത് കിട്ടും? 120 ഡിവൈഡഡ് ബൈ 4π. ഇവിടെ ഗുണിച്ച് ഇപ്പുറത്ത് വരുമ്പോൾ ആയിരിക്കണം ഡിവൈഡഡ് ബൈ 4π എന്ന് കൊടുക്കുക. ആരം സ്ക്വയർ എന്ന് പറയുന്നത് 120 ഡിവൈഡഡ് ബൈ 4π. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം. എന്തിനാണ്? അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ ഹെമിസ്ഫിയറിന്റെ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 3πr². എന്താണ്? 3πr². ഹെമിസ്ഫിയറിന്റെ അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 3πr². ക്ലിയർ? 3πr². ഈ 3πr² എന്ന് പറയുമ്പോൾ 3 × π × r². 3 × π × r². ഓൾറെഡി നമ്മൾ r² ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര? 120/4π. അപ്പൊ അങ്ങ് കൊടുക്കുക. ഈ r² നമ്മൾ ഇവിടെ മാറ്റുക. 120 ഡിവൈഡഡ് ബൈ 4π എന്ന് കൊടുത്തു. ഓക്കെ, ഈ 4ഉം ഈ പൈയും കൂടെ അങ്ങ് ക്യാൻസൽ ആവും. പൈയും ക്യാൻസൽ ആയി. ഇനി വെട്ടാം. 1 4 4 3 4 12. ഓക്കെ ആണല്ലോ? അപ്പോൾ 3πr² എന്ന് പറയുന്നത് 3 9 ഈ 0 കൊടുക്കുക, 90 എന്ന് കിട്ടും. മനസ്സിലായോ? 3πr² എന്ന് വെച്ചാൽ 90 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇതാണ് അതിന്റെ പ്രോപ്പറായിട്ട് രീതി. പക്ഷെ നമ്മൾ പരീക്ഷ ഹാളിൽ പോയി ആ പ്രോപ്പറായിട്ടൊന്നും ചെയ്ത സമയം കളയേണ്ട കാര്യമില്ല. ഈ ഷോർട്ട് കട്ട് അങ്ങ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 20ഉം 20ാം പദം 10ഉം ആയാൽ ആദ്യ പദം എത്രയാണ്? ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 20ഉം 20ാം പദം 10ഉം ആയാൽ ആദ്യ പദം എത്രയാണ്? എന്താണ്? മനസ്സിലായല്ലോ? അപ്പൊ ഒരു സമാന്തര ശ്രേണിയുടെ 10ാമത്തെ പദമാണ് 20, 20ാമത്തെ പദമാണ് 10 എങ്കിൽ 1ാമത്തെ പദം എത്ര? നമ്മളിവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട്. ഒരു സമാന്തര ശ്രേണിയുടെ
എക്സാം പദം വൈയും വയ്യാം പദം എക്സുമായാൽ കോമൺ ഡിഫറൻസ് എപ്പോഴും -1 ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ 5-ാം പദം 10ഉം 10-ാം പദം 5ഉം ആണെങ്കിൽ അതിന്റെ പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് -1. 25-ാം പദം 50ഉം 50-ാം പദം 25ഉം ആണ്, പൊതു വ്യത്യാസം -1. 8-ാം പദം 16ഉം 16-ാം പദം 8ഉം. അതുകൊണ്ട് തിരിച്ചും മറിച്ചുമാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ 43-ാം പദം 55ഉം 55-ാം പദം 43ഉം ആയാൽ, അങ്ങനെയൊക്കെ വരുന്ന എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും അവയുടെ തിരിച്ചും മറിച്ചുമാണ് വരുന്നതെങ്കിൽ, എക്സ് വൈയും വൈ എക്സ് ആയിട്ട് അല്ലെ എന്നും ആയിട്ടാണ് വരുന്നതെങ്കിൽ അവയുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -1 നിങ്ങൾ നോക്കിയേ, ഒരു സമാന്തര ശ്രേണിയുടെ 10-ാമത്തെ പദം എന്ന് പറയുന്നതല്ലൂടോ 20, അടുത്തത് 20-ാമത്തെ പദം എന്ന് പറയുന്നതല്ലൂടോ 10. തിരിച്ചു മറിച്ചല്ലേ വന്നേക്കുന്നത്, 10-ാം പദം 20ഉം 20-ാം പദം 10ഉമായിട്ടല്ലേ വന്നേക്കുന്നത്, 10-ാം പദം 20ഉം 20-ാം പദം 10ഉം തിരിച്ചു മറിച്ചും വന്നു. ഇങ്ങനെ വരുന്ന കേസിൽ ഇവയുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡി, കോമൺ ഡിഫറൻസ് പറയുന്നത് -1. കാണാതെ പഠിച്ചു വെച്ചാൽ മതി, ചെയ്താലും കിട്ടും. ചെയ്ത് നമ്മൾ സമയം കളയുന്നില്ല, ചെയ്താലും കിട്ടും. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും -1. ഇത്ര ഓക്കെ ആണോ? കോമൺ ഡിഫറൻസ് -1. ഓക്കെ, നമുക്ക് ഇങ്ങനെ പോവാം. നമുക്ക് എത്രാമത്തെ പദം കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം എത്രാന്ന് ചോദിക്കാം. ആദ്യ പദം നമ്മൾ നേരത്തെ പറഞ്ഞു, സമാന്തര ശ്രേണിയുടെ 2-ാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ 1-ാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം 1 വട്ടം കൂട്ടണം. 3-ാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ 1-ാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം 2 വട്ടം കൂട്ടണം. 4-ാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ 1-ാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം 3 പ്രാവശ്യം കൂട്ടണം. ഓർമ്മയില്ലേ, നമ്മൾ 1-ാമത്തെ ക്വസ്റ്റ്യൻ അത് ചെയ്തില്ലേടോ? ഓക്കെ, അതേ ട്രിക്ക് തന്നെ ഇവിടെ, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, സെയിം ട്രിക്ക് തന്നെ. 1-ാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം 9 വട്ടം കൂട്ടിയാൽ നമുക്ക് 10-ാമത്തെ പദം കിട്ടും. 1-ാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം എത്ര വട്ടോ? 9 വട്ടം കൂട്ടുമ്പോൾ 10-ാമത്തെ പദം കിട്ടുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. 1-ാമത്തെ പദം എ ആണ്, അതിലൂടെ പൊതുവ്യത്യാസം 9 വട്ടം കൂട്ടുമ്പോഴാണ് നമുക്ക് എന്താ കിട്ടുന്നത്? 10-ാം പദം കിട്ടുന്നത്. 1-ാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം എത്ര വട്ടമാണ്? 9 വട്ടം കൂട്ടുമ്പോഴാണ് നമുക്ക് 10-ാമത്തെ പദം കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? 1-ാമത്തെ പദം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കത് അറിയത്തില്ല, നമ്മൾ എ എന്ന് കൊടുത്തു. ഓക്കെ, അതിന്റെ +9 ഇൻറ്റു ഡി, പൊതുവ്യത്യാസം എത്ര? -1. മനസ്സിലായല്ലോ? 1-ാമത്തെ പദം എയുടെ കൂടെ പൊതുവ്യത്യാസം -1 അപ്പോൾ 9 ഡി എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു -1. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 10-ാമത്തെ പദം. അത് 10-ാമത്തെ പദം ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് അവർ പറയുന്നുണ്ട് എത്രയാണെന്ന്, 20 ആണെന്ന് പറയുന്നുണ്ട്. 10-ാമത്തെ പദം എത്രയാണെന്ന് പറയുന്നുണ്ട്? 20. +9 ഇൻറ്റു -1 എന്ന് പറയുന്നതാണ് 20. അപ്പൊ നോക്കാം, എ പ്ലസ് ഇൻറ്റു മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ് 9 ഗുണം 1 9. മനസ്സിലായോ? 9 ഗുണം 1 9 ഈക്വൽ ടു 20 എന്ന് കിട്ടി. 20. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ എന്താണ് ഇത്? 9 എന്ന് വെച്ചാൽ പ്ലസ് ആണ്, ഡി എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഓക്കെ, 1 ഗുണം 9 9. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എ ആണ്. അപ്പൊ എന്ത്? -9. നമുക്ക് എന്ത് ചെയ്യും? -9 എന്ന് പറയുന്നത് എന്താണ്? സമത്തിനപ്പുറം പോകുമ്പോൾ +9. അപ്പൊ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 20. -9 അപ്പുറത്ത് പോകുമ്പോൾ +9. ആൻസർ 29 എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സമാന്തര ശ്രേണിയുടെ ഈ സമാന്തര ശ്രേണിയുടെ 10-ാമത്തെ പദം എന്ന് പറയുന്നത് ആദ്യ പദം എന്ന് പറയുന്നത് 29. 10-ാമത്തെ പദം 20 ആണ്, ആദ്യത്തെ പദം 29. നോക്കിയേ, ആദ്യത്തെ പദം 29, പക്ഷെ 10-ാമത്തെ പദത്തിയപ്പോൾ അത് എന്തായി മാറി എന്ന് വെച്ചാൽ 20 മാറി, കുറഞ്ഞു വരുക. 1-ാമത്തെ പദം 29, 10-ാമത്തെ പദമായപ്പോൾ 20. കുറഞ്ഞു വരാൻ കാരണം എന്താ? അതിന്റെ കോമൺ ഡിഫറൻസ് എപ്പോഴും മൈനസ് ആയിരിക്കും. ഒരു ശ്രേണി അടുത്ത മുന്നോട്ട് പോകുന്നതനുസരിച്ച് പദങ്ങളുടെ വാല്യൂ കുറഞ്ഞാണ് വരുന്നതെങ്കിൽ അവയുടെ കോമൺ ഡിഫറൻസ് മൈനസ് ആവുന്ന കേസിലാണ്. ഇവിടെ കോമൺ ഡിഫറൻസ് ഓൾറെഡി നമുക്കറിയാം മൈനസ് ആണ്. മൈനസ് ഓരോ ശ്രേണിയുടെ അടുത്തിലെത്തുമ്പോൾ ഇതിലും കുറഞ്ഞു വരിക. അപ്പോൾ 29 1 കുറഞ്ഞ് 28 27 26 25 അങ്ങനെ കുറഞ്ഞു 10-ാമത്തെ പദമെത്തുമ്പോൾ എത്ര കിട്ടി? 20 എന്നുള്ള ആൻസറിലേക്ക് വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ, ഇത് കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സംഖ്യയുടെ 45% 270 ആയാൽ സംഖ്യ എത്ര? ആരൊന്നുമില്ല. ഒരു സംഖ്യയുടെ 45% എന്ന് പറയുന്നത് 270 ആയാൽ സംഖ്യ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു സംഖ്യയുടെ 45% 270 ആയാൽ സംഖ്യ എത്ര? അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സംഖ്യയുടെ 45% 270 ആയാൽ സംഖ്യ എത്ര?
സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും 100% സംഖ്യ എപ്പോഴും എത്ര ആയിരിക്കും? 100%. അതിൽ അവർ എന്ത് പറയുന്നുണ്ട്? 45% എന്ന് പറയുന്നതാണ് 270. സംഖ്യ എപ്പോഴും എത്ര ശതമാനമാണോ? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, സംഖ്യ എന്ന് പറയുന്നത് ഫുൾ ആവണമെങ്കിൽ അത് 100% 100%. ആ 100% എന്ന് പറയുന്നതാണ് എത്ര? 270 എന്ന് പറയുന്നത് 100%. 270. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. 100% ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. 100% 270 അല്ല, 45% 270. ഓക്കെ, സംഖ്യയുടെ 100% നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സംഖ്യ എപ്പോഴും 100%. നമുക്ക് വേണ്ടത് എത്ര ശതമാനം? കണ്ടുപിടിക്കേണ്ടത് 100%. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എത്ര ശതമാനമാ? 45% എന്നാണ് തന്നേക്കുന്നത്. ഈ 45% എന്ന് പറയുന്നതാണ് 270. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 45% എന്ന് പറയുന്നതാണ് 270. എങ്കിൽ 100% എത്ര? സിമ്പിൾ ഒന്നുമില്ല. അതുകൊണ്ടേ 45% എന്ന് പറയുന്നതല്ലേ 270? 45% എന്ന് പറയുന്നല്ലേ 270? നമുക്ക് 45% അല്ല വേണ്ടത്. എത്ര ശതമാനം വേണം? 100% വേണം വേണ്ടത്. ഈ 100% എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് കൊടുക്കുക. 45% 270 ആയാൽ 100% എത്രയാണെന്നാണ് അറിയേണ്ടത്. ക്ലിയർ ആണല്ലോ? നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതങ്ങ് ക്രോസ് ചെയ്യണം. ഇത് തമ്മിൽ അങ്ങ് ക്രോസ് ചെയ്ത് ഗുണിച്ചേക്കണം. നമുക്ക് 45% 270. 100% സംഖ്യ എത്ര? 100%. അത് എത്രയാണെന്ന് അറിയത്തില്ല. ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ ആണല്ലോ? ഇതെന്ത് ചെയ്യണം? ക്രോസ് ചെയ്ത് ഗുണിച്ചേക്കുക. ക്രോസ് ചെയ്ത് ഗുണിക്കുമ്പോൾ എത്ര? 270 × 100. 270 × 100. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 270 × 100. ഇനി എന്ത് എളുപ്പമുണ്ട്? ഒരു 45 എളുപ്പമുണ്ടല്ലോ. അത് താഴെ എഴുതിയേക്കാം. 45 താഴെ കിടക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താണ്? നമുക്ക് 270 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എത്ര ശതമാനം? 100. ക്രോസ് ചെയ്ത് ഗുണിക്കുക. ഇവിടുത്തെ സംഖ്യ എടുത്ത് താഴെ എഴുതുക. നമുക്ക് എത്ര വെച്ച് വെട്ടാം? 9 വെച്ച് വെട്ടാം. 9 45 3 27. ഓക്കെ, ഇനി എത്ര വെച്ചേട്ടാ? 5 1 5 5 6 5 30. 6 × 100 എത്ര കിട്ടി? 600. നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 600 ആണ്. എ ഓപ്ഷൻ ആണ് എന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 45% 270. 45% 270 ആണെങ്കിൽ 100% എത്ര ആണ്? ഇതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 100%. അപ്പൊ എന്താ? 40% 270 ആണെങ്കിൽ 100% ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, കഴിയുമ്പോൾ 270 × 100 ഡിവൈഡഡ് ബൈ 45. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 600 എന്നുള്ള ഉത്തരം കിട്ടും. ക്ലിയർ ആണല്ലോ? വെട്ടിയത് കറക്റ്റ് ആണല്ലോ? 50 45 3 27 3 30/5 6 5 30 6 × 100 600. ഓക്കെ ആണല്ലോ? യെസ്, കറക്റ്റ് ആണ്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മളിപ്പോ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കി പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5% വാർഷിക നിരക്കിൽ ഒരു തുക 2 വർഷത്തേക്ക് സാധാരണ പലിശയായി 200 രൂപ ലഭിച്ചു. അതേ തുകയ്ക്ക് അതേ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ? 5% വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തേക്ക് ലഭിച്ച സാധാരണ പലിശ 200 രൂപ. 5% വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തേക്ക് ലഭിച്ച സാധാരണ പലിശ എന്ന് പറയുന്നത് 200 രൂപയും ലഭിച്ചു എങ്കിൽ അതേ തുകയ്ക്ക് കിട്ടുന്ന അതേ തുകയ്ക്ക് അതേ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് ഇപ്പോൾ റീസെന്റിൽ നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ്. എൻ്റെ ഓർമ്മ ശരിയാണ്, CPOയുടെ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പം SCRT ടെക്സ്റ്റ് ഓൾറെഡി ക്ലാസ് എടുക്കാറുണ്ട്. LPPക്കും അവർക്കൊക്കെ എടുക്കുമ്പോൾ അവർക്ക് SCRT ടെസ്റ്റ് എടുത്തു കൊടുക്കാറുണ്ട്. 5 തൊട്ട് 10 വരെയുള്ള ഇതൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. SCRT ഓഫ്ലൈൻ സെന്ററുകളിൽ ഒരുപാട് ഓഫ്ലൈൻ സെന്റർ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എടുത്തു കൊടുക്കാറുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിലെ പുസ്തകം മാറിയിട്ടില്ല. ഈ വർഷമാണ് 8ാം ക്ലാസ്സിലെ പുസ്തകം മാറിയിരിക്കുന്നത്. ഇതുവരെ ഒരു പാർട്ടേ വന്നിട്ടുള്ളൂ. 2 പാർട്ടുണ്ട് പുസ്തകത്തിനകത്ത്. 2 പാർട്ടുണ്ട്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ അവർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. LPPക്കും KTETനൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ അവർക്ക് സ്കൂൾ ടെക്സ്റ്റിനകത്തെ പുസ്തകം മാറുന്നതിന് മുമ്പുള്ള 5ാമത്തെ ചാപ്റ്റർ, 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്, കൂട്ടുപലിശ എന്ന് പറയുന്നത്. പണവിനിമയം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. പണവിനിമയം, കൂട്ടുപലിശ ആണെന്നത് പഠിപ്പിക്കുന്നത്. മറ്റൊരു പേര് കൂട്ടുപലിശ എന്നാണ്, പണവിനിമയം എന്ന് ഓർക്കുന്നില്ല. ഓക്കെ, ആ ചാപ്റ്ററിന്റെ ഹോംവർക്ക് കിടപ്പുണ്ട് ഈ ക്വസ്റ്റ്യൻ. ആ ചാപ്റ്ററിന്റെ ഹോംവർക്കിനകത്ത് ഈ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിന്റെ ഈ വർഷത്തെ പുസ്തകത്തിന് വന്നിട്ടില്ല ഇതുവരെ. ഒരു പാർട്ടേ വന്നിട്ടുള്ളൂ. വന്നേക്കുന്ന പാർട്ടിനകത്ത് കൂട്ടുപലിശ ഇല്ല. ഈ വർഷത്തെ കൂട്ടുപലിശ ഇല്ല. ഈ വർഷം വന്ന പുസ്തകത്തിനകത്തെ, ഇപ്പോൾ വന്ന പുസ്തകത്തിനകത്തെ ഒരു ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞ ASMന്റെ ഓർമ്മ ശരിയാണ് ASMന് തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ബഹുഭുജത്തിന്റെ
കോണുകളുടെ തുക 8100 ആയാൽ, ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 8100 ആയാൽ അതിന് എത്ര വശങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എസ്എമ്മിന് എന്നാന്ന് ചോദിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇറങ്ങിയ പുസ്തകം, 8ാം ക്ലാസ്സിലെ പുസ്തകം ഒരു പാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. 4ാമത്തെ ചാപ്റ്ററാണ് പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ ഹോംവർക്ക് കിടപ്പുണ്ട് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിന് ഹോംവർക്ക് കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് SCRT നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അതൊക്കെ നമ്മൾ ഇവിടുത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്താൽ മതി. നമ്മൾ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള എല്ലാം നമ്മൾ ഈ യൂട്യൂബ് ക്ലാസ്സിലൂടെയും അല്ലാതെ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിനകത്തൂടെ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. ഓക്കെ, നമ്മളപ്പം ഇത് SCRT ടെസ്റ്റിനകത്ത് ക്വസ്റ്റ്യനാണ്. നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. 5% വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തേക്ക് ഉള്ള സാധാരണ പലിശ 200 രൂപയും സാധാരണ പലിശ 200 രൂപയും 200 ലഭിച്ചു. അതേ തുകയ്ക്ക് 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതേ തുകയ്ക്ക് 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ, ഒരു തുകയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ 200 രൂപ. അതേ തുകയ്ക്ക് തന്നെ ലഭിക്കുന്ന 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ അതേ നിരക്കിൽ തന്നെയാണ് ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു സെന്റൻസിൽ പോലും ഒരു കുത്തും കോമയ്ക്കകത്ത് പോലും മാറ്റമില്ലാതാണ് ക്വസ്റ്റ്യൻ എടുത്തിട്ടേക്കുന്നത്. SCRT ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത്? ഇതിനെ കുറിച്ചാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മള് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ സാധാരണ പലിശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, കൂട്ടുപലിശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തൊക്കെയാണ് സാധാരണ പലിശ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ സിമ്പിൾ ഇൻട്രസ്റ്റിന് എല്ലാ വർഷവും ഒരേ തുക തന്നെ മുതലും ഒരേ തുക തന്നെ പലിശയും കിട്ടുന്ന സമ്പ്രദായത്തെയാണ് നമ്മൾ വിളിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്. എല്ലാ വർഷവും ഒരേ തുക തന്നെ ആയിരിക്കും മുതൽ, ഒരേ തുക തന്നെ ആയിരിക്കും പലിശ. സാധാരണയായി നമ്മൾ പറയാറുള്ളത് പോലെ 10,000 രൂപയ്ക്ക് 10% നിരക്കിൽ ഒരു ബാങ്ക് തരുന്ന സാധാരണ പലിശ 1000 രൂപ എന്ന് വിചാരിച്ചു. 10,000 രൂപയ്ക്ക് 10% നിരക്കിൽ ഒരു ബാങ്ക് നൽകുന്ന സാധാരണ പലിശ 1000 രൂപ എന്ന് വിചാരിച്ചു. സാധാരണ 10,000 രൂപയ്ക്ക് 10% നിരക്കിൽ ഒരു വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശ 1000 രൂപ. അടുത്ത വർഷവും ലഭിക്കുന്ന സാധാരണ പലിശ എന്ന് പറഞ്ഞത് 1000 രൂപ തന്നെയായിരിക്കും. അതിന്റെ അടുത്ത വർഷം ലഭിക്കുന്ന സാധാരണ പലിശ 1000 രൂപ തന്നെ ആയിരിക്കും. എല്ലാ വർഷവും ഒരേ തുക തന്നെ ആയിരിക്കും പലിശ. അതേപോലെ എല്ലാ വർഷവും ഒരേ തുക തന്നെ ആയിരിക്കും മുതൽ. ആദ്യത്തെ വർഷം മുതൽ 10,000 ആണ്, ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ 1000. രണ്ടാമത്തെ വർഷത്തെ മുതൽ 10,000, രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ 1000. മൂന്നാമത്തെ വർഷത്തെ തുക 10,000, പലിശ 1000. ഇങ്ങനെ എല്ലാ വർഷവും ഒരേ തുക തന്നെ മുതലും ഒരേ തുക തന്നെ പലിശയും കിട്ടുന്ന സമ്പ്രദായത്തെ നമ്മൾ വിളിക്കുന്നവരാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ എന്ന് പറയും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ. ഇനി എന്താണ് കൂട്ടുപലിശയുടെ പ്രത്യേകത? കൂട്ടുപലിശയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 10,000 രൂപ ബാങ്കിലിട്ടു, 10% നിരക്കിൽ ബാങ്ക് ആദ്യത്തെ വർഷം 1000 രൂപ പലിശ തന്നു. രണ്ടാമത്തെ വർഷം ഈ പലിശയായ 1000 രൂപ മുതലോടുകൂടി അങ്ങ് കൂട്ടും. രണ്ടാമത്തെ വർഷത്തെ മുതൽ എന്ന് പറയുന്നത് 11,000 രൂപയാണ്. രണ്ടാമത്തെ വർഷം മുതലെത്താണ്? 11,000 രൂപയാണ്. രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ 11,000 രൂപയുടെ 10% ആയിരിക്കും. രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ 11,000 രൂപയുടെ 10% 1,100 രൂപയായിരിക്കും. മൂന്നാമത്തെ വർഷത്തെ നമ്മുടെ മുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ വർഷത്തെ മുതൽ ഈ 1,100 രൂപയുടെ കൂടെ നമ്മൾ ഈ 1,100 രൂപ മുതലോടുകൂടി കൂട്ടും. മൂന്നാമത്തെ വർഷം മുതൽ 12,100 രൂപ. അതിനിടുന്ന പലിശ 12,100 10% 1,210 രൂപയാണ്. അങ്ങനെ ഓരോ വർഷവും കിട്ടുന്ന പലിശ മുതലിനോടുകൂടി കൂട്ടിയിട്ട് പലിശയ്ക്കും കൂടെ പലിശ വരുന്ന സമ്പ്രദായത്തെ നമ്മൾ വിളിക്കുന്നവരാണ് കൂട്ടുപലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സിമ്പിൾ ഇൻട്രസ്റ്റിനാണെങ്കിലും ശരി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനാണെങ്കിലും ശരി ആദ്യ വർഷം കിട്ടുന്ന പലിശ തുല്യമായിരിക്കും. ആദ്യ വർഷത്തെ മുതലും ആദ്യ വർഷത്തെ പലിശയും തുല്യമായിരിക്കും, മാറത്തേയില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നാമത്തെ വർഷത്തിൽ കിട്ടുന്ന പലിശ സാധാരണ പലിശയ്ക്ക് എത്രയാണോ കിട്ടുന്നത് അത് തന്നെ ആയിരിക്കും ആദ്യത്തെ വർഷത്തിൽ കിട്ടുന്ന കൂട്ടുപലിശ. രണ്ടാമത്തെ വർഷത്തിൽ മാത്രമാണ് കൂട്ടുപലിശയ്ക്കകത്ത് വ്യത്യാസം ഉണ്ടാകുന്നത്. കൂട്ടുപലിശയ്ക്കകത്ത് എങ്ങനെയാണ് വ്യത്യാസം ഉണ്ടാകുന്നത് വെച്ചാൽ പലിശ കിട്ടിയിട്ട് അത് മുതലിനോടുകൂടി കൂട്ടിയിട്ട് ഈ പലിശയും കിട്ടും, പലിശയുടെ പലിശയും കിട്ടും. ഓക്കെ, നമുക്ക് ഇനി നോക്കാം. 5% വാർഷിക നിരക്ക്. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൾറെഡി നമുക്കറിയാം. 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഓക്കെ
5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒരു തുകയ്ക്ക് കിട്ടുന്ന സാധാരണ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ നമ്പർ ഓഫ് ഇയർ പറയുന്നുണ്ട്. 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൾറെഡി അവർ പറയുന്നുണ്ട് 200 രൂപ എന്ന് പറയുന്നുണ്ട്. 2 വർഷത്തേക്ക് 200 രൂപ എങ്കിൽ ഒരു വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഒന്നാമത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 200ന്റെ പകുതി. കാര്യം 2 വർഷത്തേക്ക് 200, അപ്പോൾ ഒരു വർഷത്തേക്ക് എത്രയാണ് 100 രൂപ. ഒന്നാമത്തെ വർഷം 100 രൂപയാണ്. രണ്ടാമത്തെ വർഷവും കിട്ടുന്ന പലിശ 100 രൂപയാണ്. രണ്ടൂടെ കൂട്ടുമ്പോഴാണ് 200 രൂപ കിട്ടുന്നത്. മൊത്തം കിട്ടുന്ന 200. ഒന്നാമത്തെ വർഷം 100 രൂപയാണ്, രണ്ടാമത്തെ വർഷം 100 രൂപയാണ്. ഓക്കെ ആണല്ലോ. യെസ്. അപ്പൊ ഒന്നാമത്തെ വർഷം 100 രൂപയാണ്. രണ്ടാമത്തെ വർഷവും കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതേ 100 രൂപ തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ 2 വർഷം കൂടെ കിട്ടുന്ന ടോട്ടൽ ആണ്. മനസ്സിലായല്ലോ. ടോട്ടൽ എന്ന് പറയുന്നതാണ് എത്ര? 200 രൂപ. 100 + 100. 200 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര? 100 + 100 ടോട്ടലാണ് 200 വന്നത്. രണ്ടാമത്തെ വർഷം 100 രൂപ തന്നെ കിട്ടുന്നത്. രണ്ടോടെ കൂട്ടുമ്പോഴാണ് ടോട്ടൽ ആയിട്ടുള്ള ഈ 200 രൂപ എന്നുള്ള നമുക്ക് ആൻസർ കിട്ടുന്നത്. 200 രൂപ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ്? സാധാരണ ഇതെല്ലാവരും പി ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യും. പി കണ്ടുപിടിച്ച് ചെയ്യാൻ നിൽക്കണ്ട, എളുപ്പമോ? നമുക്ക് നോക്കിയേ, നമുക്ക് ഇവിടെ അടുത്ത കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇത് ഒന്നാമത്തെ വർഷത്തെ ഫസ്റ്റ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആദ്യ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. എങ്ങനെ? ആദ്യ വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ലടോ. ആദ്യ വർഷം കിട്ടുന്ന സാധാരണ പലിശ എത്ര ആണോ അത് തന്നെയാണ് ആദ്യ വർഷം കിട്ടുന്ന കൂട്ടുപലിശയും. ആദ്യ വർഷം കിട്ടുന്ന സാധാരണ പലിശ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഒന്നാമത്തെ വർഷം കിട്ടുന്ന കൂട്ടുപലിശയും. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നാമത്തെ വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തുല്യം. അപ്പൊ ഒന്നാമത്തെ വർഷത്തെ സാധാരണ പലിശ 100 രൂപയാണെങ്കിൽ ഒന്നാമത്തെ വർഷത്തെ കൂട്ടുപലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും 100 രൂപയാണ്. ഇതിന് ചേഞ്ചസ് വരുന്നത് രണ്ടാമത്തെ വർഷത്തിലാ. ചേഞ്ചസ് വരുന്നത് രണ്ടാമത്തെ വർഷത്തിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഈ രണ്ടാമത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ ചേഞ്ച് ഉണ്ടാവുന്നെന്ന് വെച്ചാൽ, ആദ്യം കിട്ടിയ 100 രൂപ ഈ വർഷവും പലിശയായിട്ട് ആദ്യം കിട്ടും. മനസ്സിലായി? ആദ്യം എല്ലാ വർഷവും കിട്ടുന്ന പലിശ ഈ വർഷവും കിട്ടും. ഓക്കെ. ആദ്യത്തെ വർഷത്തെ എത്ര കിട്ടി? 100 രൂപ പലിശ കിട്ടി. രണ്ടാമത്തെ വർഷവും 100 രൂപ പലിശ കിട്ടും. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ പലിശയായിട്ടുള്ള ഈ 100 രൂപ ഉണ്ടല്ലോ, ഈ 100 രൂപയ്ക്കും പലിശ കിട്ടും. മനസ്സിലായല്ലോ. കഴിഞ്ഞ വർഷം ആദ്യത്തെ വർഷത്തെ 100 രൂപയും പലിശ കിട്ടും. ഓക്കെ. രണ്ടാമത്തെ വർഷത്തിൽ എന്താണ്? രണ്ടാമത്തെ വർഷത്തിൽ ഈ 100 രൂപയ്ക്കും കൂടെ പലിശ കിട്ടും. 100 രൂപയ്ക്ക് കൂടെ പലിശ കിട്ടും. അപ്പൊ കഴിഞ്ഞ വർഷത്തെ 100 രൂപ ഈ വർഷം കിട്ടിയേ. പിന്നെന്തുകൊണ്ട്? കഴിഞ്ഞ വർഷത്തെ 100 രൂപയ്ക്ക് കൂടെ പലിശ കിട്ടും. എങ്ങനെ കിട്ടുന്നത്? ഈ 5% ഈ 100 രൂപയ്ക്ക് 5% കൂടെ കിട്ടും. 100 രൂപയ്ക്ക് 5% കൂടെ കിട്ടും. ഓക്കെ. 100 രൂപയ്ക്ക് 5%. വേണ്ടേ? ഈ 100ഉം ഈ 100 ക്യാൻസൽ ആയി പോകും. 100 ക്യാൻസൽ ആയി പോയി. കാര്യം എന്താ? കഴിഞ്ഞ വർഷം കിട്ടിയ 100 രൂപ തന്നെ ഈ വർഷം 100 ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ 100 രൂപയ്ക്ക് ഈ 5% പലിശയോടെ കിട്ടിട്ടു. അപ്പൊ 100 + 5 105. രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശയാണ് 105. ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ 100ഉം രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ 105. കാര്യം എന്താ? കഴിഞ്ഞ വർഷത്തെ പലിശയും കിട്ടി, കഴിഞ്ഞ വർഷത്തെ പലിശയുടെ പലിശയും കിട്ടി. ഓക്കെ. അപ്പൊ ഈ 2 വർഷം കൂടെ കഴിയുമ്പോൾ അയാൾക്ക് ടോട്ടൽ എത്ര കിട്ടും? 2 വർഷം നമ്മുടെ ഇവിടുത്തെ കൂട്ട് ടോട്ടൽ. ഇത് ആദ്യത്തെ വർഷം 100 കിട്ടി, രണ്ടാമത്തെ വർഷം 100 കിട്ടി, 2 വർഷം കൂടി 200 അല്ലേ കിട്ടുന്നത്. അതേപോലെ ഇവിടെയും കിട്ടുന്ന ടോട്ടൽ എന്ന് പറയുന്നത്, ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത് ആദ്യ വർഷം കിട്ടിയ 100ഉം രണ്ടാമത്തെ വർഷം കിട്ടിയ 105 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 205 രൂപയാണ് മൊത്തത്തിൽ കിട്ടുന്ന പലിശ. എത്ര കിട്ടുമോ? 205. ഈ ക്വസ്റ്റ്യൻ PSC ചോദിച്ച് ആണ്. ഇതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കാര്യം എന്താ? 205 എന്നല്ല, ഇതിനകത്ത് എല്ലാം ഒരു 0 കൂടി പോയി. നമുക്ക് ഈ ഓപ്ഷനകത്ത് എല്ലാം ഓരോ 0 അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഈ 0 ഇല്ല, ഇവിടെയും 0 ഇല്ല എന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു 0 ഇല്ല, ഒരു 0 ഇല്ലെന്ന് വിചാരിച്ചോ. ഓക്കെ. ഇവിടെ ഇല്ല. ഓക്കെ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്താ? 200, 220, 205, 225 ഇതാണ്. ഓക്കെ ആണ്. അപ്പൊ 225. അപ്പൊ ആൻസർ എത്ര കിട്ടും? 205 എന്നുള്ള ആൻസർ ആയിരിക്കും കിട്ടും. നമുക്ക് 0 ഇല്ല. ഓക്കെ. PSC ചോദിച്ച ക്വസ്റ്റ്യൻ, റീസെന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ അതുപോലെ അങ്ങ് എടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ. ഓപ്ഷനകത്ത് അതിനകത്ത് ഒരു 0 കൂടി പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആൻസർ 205. കാര്യം ഒന്നാമത്തെ വർഷം 100ഉം രണ്ടാമത്തെ വർഷം 105 കിട്ടി. 2 വർഷം കൂടെ കൂട്ടുപലിശ 205 കിട്ടും. സാധാരണ പലിശ 200 തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ ആണല്ലോ. ഇതാണ് ഇതിനകത്തെ രീതി എന്ന് പറയുന്നത്. ഇനി ഇത് മുതലൊക്കെ കണ്ടുപിടിച്ച് ചെയ്യാം. മുതലൊക്കെ കണ്ടുപിടിക്കുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും. അത്രയൊന്നും വേണ്ട. ഈ സിമ്പിൾ ലോജിക്ക് ഉപയോഗിച്ചാൽ മാത്രം
മാത്രം മതി. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റ കാര്യം, 2 വർഷത്തേക്ക് 200 ഒരു വർഷത്ത് 100. അപ്പൊ ഇതിനകത്ത് എന്താ, ഒരു വർഷത്ത് 100, രണ്ടാമത്തെ വർഷം 100 പ്ലസ് 100ന്റെ 5%, 105. ഓക്കെ ആണല്ലോ. മൊത്തത്തിൽ കൂട്ടും 105 100 കൂടുമ്പോൾ 205. ഈ ട്രിക്ക് അങ്ങ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്നും മധ്യാങ്കം അല്ലെങ്കിൽ മീഡിയൻ കണക്കാക്കുക. ഇതിനകത്ത് മീഡിയൻ കണക്കാക്കാനാണ് മീഡിയൻ, മാധ്യം, മധ്യമം, മഹിതം, മീൻ, മീഡിയൻ, മോഡ്. ഇതിനെ കുറിച്ചാണ് ചോദിച്ചത്. മീൻ, മീഡിയൻ, മോഡ്. അപ്പൊ ഇതിന്റെ ഈ തന്നിരിക്കുന്ന ക്രമ നമ്പർ 1 2 3 4 5 6 7, ഈ ക്രമ നമ്പർ നമുക്ക് ആവശ്യമൊന്നുമില്ല. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേണ്ട. ക്രമ നമ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ആവശ്യം ഈ മാർക്കുകളാണ്. മാർക്കുകൾ എത്രയൊക്കെ ഞാൻ അങ്ങോട്ട് എഴുതുക. 28, പിന്നെ എത്ര 32, പിന്നെ എത്ര 26, 26, പിന്നെ എത്ര 62, ഓക്കെ 44, 18, 40. ഓക്കെ ആണല്ലോ. ഓക്കെ, യെസ്. നമ്മളോട് ചോദിക്കുന്നുണ്ട് 1 2 3 4 5 6 7 ഇങ്ങനെ ഒരു സംഖ്യയുടെ മീഡിയൻ, മധ്യമം. മനസ്സിലായല്ലോ? മാധ്യം, മധ്യമം, മഹിതം. ഓക്കെ, മധ്യമം അല്ലെങ്കിൽ മീഡിയൻ ആണ് ചോദിക്കുന്നത്. മീഡിയൻ എന്ന് പറയുന്നത് എപ്പോഴും നടുക്ക് വരുന്ന സംഖ്യ ആയിരിക്കും. ഓക്കെ ആണോ? ഒരു കുറച്ച് സംഖ്യ തന്നിട്ട് അതിന്റെ മാധ്യം കാണാൻ പറഞ്ഞാൽ, മാധ്യം എന്ന് വെച്ചാൽ എന്താ അറിയോ? ആവറേജ് എന്ന ശരാശരി. ശരാശരി എങ്ങനെയാണ് കൊടുക്കുന്നത്? എല്ലാം കൂടെ കൊണ്ടിട്ട് എണ്ണം കൊണ്ടങ്ങ് ഹരിക്കുക. എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ടങ്ങ് ഹരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മാധ്യം അല്ലെങ്കിൽ ആവറേജ്, ശരാശരി എന്നൊക്കെ പറയും. മധ്യമം, മധ്യമം എന്താണ് മധ്യമം? മീഡിയൻ. ഈ സംഖ്യയുടെ നടുക്ക് വരുന്ന സംഖ്യ ആയിരിക്കും മീഡിയൻ. നടുക്ക് വരുന്ന സംഖ്യ. അപ്പൊ ഇങ്ങനെ കുറെ സംഖ്യകൾ വന്നിട്ടുണ്ട്. ഇതിന്റെ നടുക്ക് ചുമ്മാതെ ഇങ്ങനെ ചെയ്യല്ലേ, ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം പറയുന്നത്. ഇതിന്റെ നടുക്ക് വരുന്ന സംഖ്യ 64. 64 നടുക്ക് വരുന്ന സംഖ്യ. ചെയ്യല്ലേ, 64. ഇതാണ്. അപ്പൊ നടുക്ക് വരുന്ന സംഖ്യ 64 അല്ലേ? കാരണം അപ്പുറത്ത് 3 സംഖ്യ, ഇപ്പുറത്ത് 3 സംഖ്യ. അപ്പൊ എന്താണ് ഇതിന്റെ മാധ്യം? നമുക്ക് വേണമെങ്കിൽ പറയാം 64. അതുകൊണ്ട് ഓപ്ഷനകത്ത് അത് ഇല്ല. 62 ഓപ്ഷനകത്ത് ഉണ്ട്. 62 ആണ് മാധ്യം എന്ന് പറയുന്നത്. 62 ഇങ്ങനെ ചെയ്യാം. ഇത് തെറ്റാ, ഇത് തെറ്റാണ്. ചുമ്മാതെ നടുക്ക് വരുന്ന സംഖ്യയൊക്കെയാണ് മാധ്യം. ഓക്കെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഓക്കെ, നടുക്ക് വരുന്ന സംഖ്യയാണ് മധ്യമം. ഓക്കെ, മധ്യമം എന്ന് പറയുന്നത് നടുക്ക് വരുന്ന സംഖ്യ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെ സംഖ്യ വരുമ്പോൾ നടുക്ക് വരുന്ന സംഖ്യ എടുത്ത് എഴുതിയേക്കരുത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഈ തന്നേക്കുന്ന സംഖ്യയെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ, ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ, അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ ഇതിനെ എഴുതണം. മനസ്സിലായല്ലോ? ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ. ഓക്കെ, ഇങ്ങനെ എഴുതണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഇങ്ങനെ തന്നേക്കുന്നതിൽ ഇവിടെ ഇത് ഓർഡർ കറക്റ്റ് അല്ല. അപ്പൊ ഈ ആൻസർ തെറ്റാ. ഈ ആൻസർ തെറ്റാണ്. നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇതിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം. അപ്പൊ ഈ തന്നേക്കിൽ ഏറ്റവും ചെറിയ സംഖ്യ, തന്നതിൽ ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്? 18 ആണ്. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഓരോന്ന് ടിക്ക് ചെയ്ത് എടുക്കണം. ഓക്കെ ആണല്ലോ? 18. ഓക്കെ, ഓക്കെ. അടുത്ത സംഖ്യ ടിക്ക് ചെയ്ത് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഏതെങ്കിലും നമ്പർ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. 18. അത് കഴിഞ്ഞാൽ അടുത്ത ചുരുടെ വലിയ വരുന്ന സംഖ്യ എത്ര? 26 ആണ്. ഓക്കെ ആണല്ലോ? 26 എഴുതാം. 26. ഓക്കെ, ഇനി അടുത്ത വരുന്ന സംഖ്യ എത്ര? 28. ഓക്കെ ആണല്ലോ? അടുത്ത് വരുന്ന സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 32. ഓക്കെ, 32. അടുത്ത് വരുന്ന എത്ര? 32 കഴിഞ്ഞാൽ അടുത്ത് വരുന്ന സംഖ്യ 40. അടുത്ത സംഖ്യ എത്രയാണ്? 44. പിന്നെ ടിക്ക് ചെയ്ത് എടുക്കാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ ഇതിനകത്ത് ഞാൻ ടിക്ക് ചെയ്തിട്ടില്ല, ഇത് എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, നമുക്ക് അതും എടുക്കാം, ഇതും എടുക്കാം. അപ്പൊ നമ്മൾ ഇതും എടുത്ത് എത്ര കിട്ടി? 62. ഓക്കെ, ഇങ്ങനെ എഴുതി. ഇനി നിങ്ങൾ നോക്കിയേ, ഇതിൽ നടുക്ക് വരുന്ന ഏതാ നോക്കിയേ? ഇതിൽ നടുക്ക് വരുന്നത്, ഇത് നടുക്ക് വരുന്നത് എത്രയാണ്? 32 ആണ്. നടുക്ക് വന്നിരിക്കുന്ന സംഖ്യ 32 ആണ്. ഇതാണ് നടുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ്. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ബി ഓപ്ഷൻ ആണ്. ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 32 ആണ് ശരിയായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഒരു ആലോചിച്ചോണം, മാധ്യം, മധ്യമം, മഹിതം ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് മാധ്യം അല്ലെങ്കിൽ മധ്യമം അല്ലെങ്കിൽ മഹിതം കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് മാധ്യം കണ്ടുപിടിക്കുക? എല്ലാവരുടെ കൂട്ടിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരിയാണ്. മധ്യമം എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ട് അതിൽ നടുക്ക് വരുന്ന സംഖ്യ ആയിരിക്കണം മധ്യമം. മഹിതം എന്ന് വെച്ചാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും മഹിതം. ഏറ്റവും കൂടുതൽ തവണ ഏതെങ്കിലും സംഖ്യ ആവർത്തിച്ച് വരുന്നതിന് നമ്മൾ മഹിതം അല്ലെങ്കിൽ മോഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മീൻ, മീഡിയൻ, മോഡിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ക്ലിയർ ആവുന്നുണ്ടേ? ഓക്കെ, യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ,
ഓക്കെ, ഓക്കെ, ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചിക്ക് 4 സെന്റിമീറ്റർ നീളമുണ്ട്. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചിക്ക് 4 സെന്റിമീറ്റർ നീളമുണ്ട്. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചിക്ക് 4 സെന്റിമീറ്റർ നീളമുണ്ട്. ഓക്കെ ആണല്ലോ. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചിക്ക് 4 സെന്റിമീറ്റർ നീളമുണ്ട്. ഓക്കെ, ക്ലോക്കിലെ സമയം 2 മണി 10 മിനിറ്റ്. ക്ലോക്കിലെ സമയം 2 മണി 10 മിനിറ്റ്. 2 മണി 10 മിനിറ്റിൽ നിന്ന് 2 മണി 25 മിനിറ്റിലേക്ക് മാറിയാൽ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? ക്ലിയർ ആവുന്നുണ്ടല്ലോ. മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിക്കുന്ന ദൂരം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ആ സഞ്ചരിക്കുന്ന ദൂരം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. യെസ്, നോക്കിക്കോ. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിക്ക് 4 സെന്റിമീറ്റർ നീളമുണ്ട്. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിക്ക് എത്രയാണ്? 4 സെന്റിമീറ്റർ നീളമുണ്ട്. ക്ലോക്കിലെ സമയം 2 മണി 10 മിനിറ്റിൽ നിന്ന് 2 മണി 25 മിനിറ്റിലേക്ക് മാറിയാൽ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചാൽ ഇത് ഏത് ഭാഗത്തെ ക്വസ്റ്റ്യനാ, ഏത് ടോപ്പിക്കിനകത്തെ ക്വസ്റ്റ്യനാ എന്ന് വെച്ചാൽ വൃത്തം അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സെക്ടർ അല്ലെങ്കിൽ വൃത്താംശം എന്ന് പറയുന്നതിനകത്തെ അതിന്റെ ആർക്ക് ലെങ്ത് ചാപത്തിന്റെ നീളം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. 8ാം ക്ലാസ് ഇത് വൃത്തം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 9ാം ക്ലാസ്സിനകത്ത് ഇത് ചാപ്റ്റർ കടപ്പുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഈ വൃത്തമായിട്ട് ബന്ധപ്പെട്ട ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുന്ന കാര്യം 9ാം ക്ലാസ്സിലെ ചാപ്റ്ററിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ. നമുക്ക് ഇനി അതിലേക്ക് പോകാം. നമ്മൾ ഇനിയിപ്പോ ചാപ്റ്റർ ഇതൊന്നും കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. അതിനകത്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി ഞാൻ ജസ്റ്റ് ഒരു ക്ലോക്ക് വരയ്ക്കുക. ഒരു ക്ലോക്ക് വരച്ചു. ഒരു ക്ലോക്കിലെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ക്ലോക്ക് വരയ്ക്കണമെന്നില്ല. ഇത് ക്ലോക്ക് ചുമ്മാ കണക്ട് ചെയ്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡിഗ്രി കണ്ടുപിടിക്കണം. ഓക്കെ, ഒരു ക്ലോക്കിലെ മൊത്തം ഡിഗ്രി. ക്ലോക്ക് ഏതാകൃതി വെച്ചാൽ വൃത്താകൃതിയില്ല. വൃത്തത്തിന്റെ മൊത്തം ഡിഗ്രി എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി. ക്ലോക്കിലെ മൊത്തം ഡിഗ്രി എത്രയാണ്? 360 ഡിഗ്രി. ക്ലോക്ക് വൃത്തത്തിന്റെ മൊത്തം ഡിഗ്രി 360. ഓരോ 5 മിനിറ്റ് എന്ന് വെച്ചാൽ 30 ഡിഗ്രിയാ. ഓരോ 5 മിനിറ്റ് എത്ര ഡിഗ്രിയാ? 30 ഡിഗ്രി. ഓക്കെ, 30, 60, 90, 120, 150, 180, 210, 250, 270, 300, 330, 360. ഓക്കെ ആണല്ലോ. ക്ലോക്കിലെ മൊത്തം ഡിഗ്രി എന്ന് വെച്ചാൽ 360 ഡിഗ്രിയാ. ഓരോ 5 മിനിറ്റ് 30 ഡിഗ്രിയാ. ഓരോ 5 മിനിറ്റ് 5 മിനിറ്റ് 30 ഡിഗ്രി. 30, 60, 90, 120 മൊത്തത്തിൽ 360. ഓക്കെ, ഇനി ഓരോ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രിയാണ്. 1 മിനിറ്റ് 6 ഡിഗ്രി. 6, 6, 6, 6, 6. ഓക്കെ, അപ്പൊ ഒരു ക്ലോക്കിലെ മൊത്തം ഡിഗ്രി എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഓരോ 5 മിനിറ്റും എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഓരോ 1 മിനിറ്റും എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. ഈ ഡിഗ്രി ഒന്ന് എടുക്കാനും വേണ്ടി മാത്രമാണ് ഇതിനെ ക്ലോക്ക് കണക്ട് ചെയ്യുന്നത്. ഈ ഡിഗ്രി ഒന്ന് എടുക്കാൻ വേണ്ടി മാത്രം ക്ലോക്ക് കണക്ട് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഈ ഡിഗ്രി എങ്ങനെ എടുക്കാനും വേണ്ടി നമുക്ക് നോക്കാം. ഇതെങ്ങനെയാ നോക്കാം. നോക്കിയേ, ഇവിടെ ഒരു ക്ലോക്കിന് മിനിറ്റ് സൂചിക്ക് 4 സെന്റിമീറ്റർ നീളമുണ്ട്. ഈ ക്ലോക്ക് 2 മണി ആണല്ലോ. 2 മണി 10 മിനിറ്റ്. 2 മണി മണിക്കൂർ സൂചിയാണ്. 2 മണി 10 മിനിറ്റ്. 2 മണി അല്ലെങ്കിൽ 2 മണി 10 മിനിറ്റ്. 2 മണി 10 മിനിറ്റ്. 2 മണി 10 മിനിറ്റ് മുതൽ 2 മണി 25 മിനിറ്റ്. 2 മണി 25 മിനിറ്റ്. 2 മണി 10 മിനിറ്റ് മുതൽ 2 മണി 25 മിനിറ്റ് വരെ ഈ കറങ്ങുന്ന ഈ ഭാഗം. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇതിന്റെ
മിനിറ്റ് സൂചിയുടെ നീളം, മണിക്കൂർ സൂചിയാണ് ഞാൻ ബ്ലൂവിൽ വരച്ചിട്ടേക്കുന്നത്, റെഡിൽ വരച്ചേക്കുന്നത് മിനിറ്റ് സൂചിയാണ്. ഇതിന്റെ മിനിറ്റ് സൂചിയുടെ നീളം അവർ പറയുന്നുണ്ട് എത്ര? മിനിറ്റ് സൂചിയുടെ നീളം എത്ര? 4 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. 4 സെന്റിമീറ്റർ. ഇപ്പൊ 4 സെന്റിമീറ്റർ. മിനിറ്റ് സൂചിയുടെ നീളം 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? മിനിറ്റ് സൂചിയുടെ നീളം 4 സെന്റിമീറ്റർ. ഈ മിനിറ്റ് സൂചി 4:10 മുതൽ 4:25 വരെ, അല്ല സോറി 2:10 മുതൽ 2:25 വരെ കറങ്ങുന്ന ഈ ഭാഗത ഇത്രയാണ്. ഇങ്ങനെ കറങ്ങുന്ന ഈ കറങ്ങുന്ന സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഇത് എത്ര ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിൽ നിന്ന് നമുക്കറിയാം ഇവിടെ ഒരു കോൺ ഉണ്ടാവും, ഇവിടെ ഒരു കേന്ദ്ര കോൺ ഉണ്ടാവും. ഇവിടുത്തെ കോൺ ഇത് എത്ര ഡിഗ്രിയാ? 30, 60, 90. മൊത്തത്തിലെ ഡിഗ്രി എന്ന് വെച്ചാൽ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാണ്. എത്രയാണ്? 90 ഡിഗ്രി. കാര്യം എന്താ? ഓരോ 5 മിനിറ്റ് 30 ഡിഗ്രി അല്ലേ? 4:05 മുതൽ 4:10 വരെ ആകുമ്പോൾ 30 ഡിഗ്രി. 15 വരെ ആകുമ്പോൾ എത്ര ഡിഗ്രിയാ? 10 മുതൽ 15 വരെ ആകുമ്പോൾ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. 15 മുതൽ 20 വരെ ആകുമ്പോൾ 60 ഡിഗ്രി. പിന്നെ 20 മുതൽ 25 വരെ ആകുമ്പോൾ 90 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ 90 ഡിഗ്രിയാണ്. ഇവിടെ എന്താണ് പറയുന്നത്? 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രിയാണ്. ഈ കേന്ദ്രകോൺ 90 ഡിഗ്രിയാണ്. എങ്കിൽ ഈ സഞ്ചരിക്കുന്ന ദൂരം എത്രയാണെന്ന് ചോദിക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വേറെ കാര്യമൊന്നുമില്ല. ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഈ ചാപത്തിന്റെ വൃത്തത്തിന്റെ മൊത്തം ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. വൃത്തത്തിന്റെ മൊത്തം ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. 2πr ആണ്. മൊത്തം ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πr ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? മൊത്തം നീളം, വൃത്തത്തിന്റെ മൊത്തം ചുറ്റളവ് കണ്ടുപിടിക്കാൻ 2πr. നമുക്ക് മൊത്തം വേണ്ട, ഈ കറങ്ങുന്ന ഇത്രയും ഭാഗം മാത്രം മതി. ഇത്രയും അല്ലെങ്കിൽ ഇത്രയും ഈ ആർക്ക് ലെങ്ത് മാത്രം മതി. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 2πr into x/360 ആണ്. 2πr into x/360. മനസ്സിലായല്ലോ? 2πr into θ/360 എന്നൊക്കെ പറയും. നമ്മളത് അതൊന്നും വേണ്ട, തീറ്റ ഒന്നും വേണ്ട. x/360. 2πr into x/360. ഓക്കെ, ഇതാണ് ഈ കറങ്ങുന്ന ഈ ചാപത്തിന്റെ നീളം. ഈ ചാപത്തിന് ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πr into x/360 ആണ് നമ്മുടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ക്ലോക്ക് കണക്ട് ചെയ്യുന്ന വെച്ചാൽ ഈ എക്സ് എന്തുവാ? എക്സ് എന്ന് വെച്ചാൽ ഈ കേന്ദ്ര കോണാണ്. കേന്ദ്ര കോൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഇതിനെ ക്ലോക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത്, എക്സ് എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. എക്സ് ആണ് 90 ഡിഗ്രി. അതിനാണ് ഈ ക്ലോക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ എക്സ് നമുക്ക് വേറെ രീതിയിലൂടെ കണ്ടുപിടിക്കാം. ക്ലോക്ക് വരയ്ക്കണമെന്നില്ല. ക്ലോക്ക് വരയ്ക്കാതെ നമ്മൾ എങ്ങനെ എക്സ് കണ്ടുപിടിക്കുന്നത്? ക്ലോക്ക് വരയ്ക്കാതെ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ കേന്ദ്രകോൺ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ റൂൾ ഇല്ലയോടോ. ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മിനിറ്റിൽ എത്ര ഡിഗ്രി തിരിയും? ക്ലോക്കിലെ മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ് തിരിയുന്നത്. എത്ര ഡിഗ്രിയാണ്? 6 ഡിഗ്രി. 1 മിനിറ്റിൽ 6 ഡിഗ്രി തിരിയും. 1 മിനിറ്റിൽ 6 ഡിഗ്രി തിരിയുന്ന ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി എങ്കിൽ 2:10 മുതൽ 2:25 വരെ എത്ര മിനിറ്റ് ഉണ്ട്? 2:10 മുതൽ 2:25 വരെ 15 മിനിറ്റ് അല്ലേ ഉള്ളൂ. 2:10, 15, 20, 25, 15 മിനിറ്റ്. എത്രയാണ്? 15 മിനിറ്റ്. ഓക്കെ ആണല്ലോ? 1 മിനിറ്റിൽ എത്ര ഡിഗ്രിയാ? 6 ഡിഗ്രി. അപ്പൊ 15 മിനിറ്റിൽ എത്ര? 15 × 6. 15 × 6 എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ഇങ്ങനെ അങ്ങ് ചെയ്യാം. 1 മിനിറ്റിൽ 6 ഡിഗ്രി. അപ്പൊ 15 മിനിറ്റിൽ 15 × 6 90 ഡിഗ്രി. ഇങ്ങനെ ക്ലോക്ക് വരയ്ക്കണമെന്നൊന്നും ഇല്ല. ഞാൻ വരച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഈ കറങ്ങുന്ന ഈ 2:10 മുതൽ 2:25 വരെ കറങ്ങുന്ന ഈ സഞ്ചരിക്കുന്ന ദൂരം, ഈ ദൂരം എത്രയാണെന്ന് വെച്ചാൽ ആർക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 2πr into x/360. നമുക്ക് ഇക്വേഷൻ കൊടുക്കുക 2 into പൈയുടെ വാല്യൂ നമുക്ക് കൊടുക്കണം. അവരെന്താ പൈയുടെ വാല്യൂ 22/7 കൊടുക്കാം. 22/7 into പൈ into 2 into പൈയുടെ വില 22/7 into ആരം. ഓൾറെഡി അവർ പറയുന്നുണ്ട്. ഈ ആരം എന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത് ഈ ചാപത്തിന്റെ നീളമാണ്. അല്ല സോറി, മിനിറ്റ് സൂചിയുടെ നീളമാണ്. മിനിറ്റ് സൂചിയുടെ നീളം എത്രയാണ്? 4 ആണ്. 4 സെന്റിമീറ്റർ എന്ന് കൊടുക്കും. ഓക്കെ ആണല്ലോ? ആ മിനിറ്റ് സൂചിയുടെ നീളം അതാണ് ഈ വൃത്തത്തിന്റെ ആരമായിട്ട് എടുക്കേണ്ടത്. 4 സെന്റിമീറ്റർ. കേന്ദ്ര കോണാണ്. അത് 90 ഡിഗ്രി നീട്ടി 2 into പൈയുടെ വില 22/7 into ആരം എന്ന് വെച്ചാൽ 4 സെന്റിമീറ്റർ into x എന്ന് വെച്ചാൽ x നമ്മൾ കണ്ടുപിടിച്ചു 90 / 360. ഓക്കെ,
വെട്ടാം. ഈ 0 ഈ 0 വെട്ടാം. വെട്ടിയല്ലോ. 0 0 വെട്ടി വെട്ടാം. 1 9 9 4 9 36. 1 9 9 4 9 36. ക്ലിയർ ആണേ? നമുക്ക് എന്ത് ചെയ്യാം? ഈ 4 ഈ 4 കൂടെ ക്യാൻസൽ ആയി. 4 4 ക്യാൻസൽ ആയി. ഇനി എന്തുകൊണ്ട്? 22 × 2/7. 22 × 2 എത്ര കിട്ടി? 44. 44/7 എന്ന് കിട്ടും. 44/7. 44 നമുക്ക് 7 വെച്ച് എന്തായിരിക്കാം? 6 7 42. 6 7 42. ശിഷ്ടം 2 വരും. പോയിന്റ് കൊടുത്ത് 7 14. ശിഷ്ടം 6 7 56 അല്ലേ? 7 56 അത്രയല്ലേ വരുന്നത്? ഓക്കെ ഓക്കെ കറക്റ്റ് അല്ലേ? ഓക്കെ ശിഷ്ടം 2 7 42 ഇഷ്ടം 2 ഇഷ്ടം 2 വരും. പോയിന്റ് കൊടുത്ത് 0 7 14 ഇഷ്ടം 6 0 7 56 ഇഷ്ടം 4 0. ഓക്കെ എന്നിട്ട് 6.28 6.28 ഉണ്ട്. 6.28 ഹരിച്ചു കറ 6.28 സെന്റിമീറ്റർ എന്ന് കിട്ടും. എന്നിട്ടും 6.28 സെന്റിമീറ്റർ ആണ്. ഈ 6.28 സെന്റിമീറ്റർ ദൂരമാണ് ഇത് സഞ്ചരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ആ സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ് നമ്മൾ ചോദിക്കുന്നത്? 6.28. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ കറങ്ങുന്ന ഭാഗത്തിന് ഈ സഞ്ചരിച്ച ദൂരം മാറ്റിയിട്ട് ഈ കറങ്ങുന്ന ഭാഗത്തിന് ഇത്രയും ഭാഗത്തിന്റെ വിസ്തീർണം ചോദിക്കുന്ന ഇത്രയും ഭാഗത്തിന്റെ ഈ സഞ്ചരിച്ച ഭാഗത്തിന്റെ വിസ്തീർണം അതെന്ന് വെച്ചാൽ സെക്ടറിന്റെ വൃത്താംശത്തിന്റെ വിസ്തീർണമാണ്. വൃത്താംശത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? അതുകൂടെ ഞാൻ എഴുതിയേക്കാം. വൃത്താംശത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് pi r square into x by 360 r. pi r square into x by 360. വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ pi r square അല്ലേ? ആ pi r square അങ്ങ് കൊടുക്കുക. into x by 360 അങ്ങ് കൊടുത്തിട്ടാൽ മതി. അതാണ് ഈ സഞ്ചരിച്ച് ഇത്രയും ഭാഗത്തിന് വിസ്തീർണം ചോദിച്ചാൽ pi r square into x by 360യും അതേപോലെ തന്നെ ആ സഞ്ചരിച്ച ചാപത്തിന്റെ നീളം സഞ്ചരിക്കുന്ന നീളം അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് ചാപത്തിന്റെ നീളം ചോദിച്ചാൽ എന്താണ്? 2pi r into x by 360 ആണ്. ഇതാണ് എന്റെ ആൻസർ. ഓക്കെ ആണോ? ഓക്കെ നമ്മള് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി അത്യാവശ്യം ഈ റീസെന്റ് കുറെ പരീക്ഷകൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വന്നിട്ടുണ്ട്. ചാപത്തിന്റെ നീളവും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ മൊത്തത്തിലുള്ള ആർക്ക് ലെങ്ത് ചോദിച്ചിട്ടുണ്ട്. ചാപത്തിന്റെ നീളം അതേപോലെ വിസ്തീർണം എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ക്ലോക്കിലെ മിനിറ്റിന് 5 സെന്റിമീറ്റർ നീളമുണ്ട്. രാവിലെ 6:05 മുതൽ രാവിലെ 6:40 വരെയുള്ള സഞ്ചരിച്ച ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഇത് കണ്ടോ? ഇപ്പൊ ചെയ്ത സെയിം ക്വസ്റ്റ്യന്റെ നേരത്തെ നമ്മൾ ആർക്ക് ലെങ്താണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്താണ് ചോദിച്ചേക്കുന്നത്? അതിന്റെ പരപ്പളവ് എത്രയാണെന്ന് വെച്ചാൽ നേരത്തെ ചോദിച്ചേക്കുന്നത് ആ സഞ്ചരിച്ച ദൂരം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇത് ചോദിച്ചേക്കുന്നത് അതിന്റെ ഈ രണ്ടും അടുത്തടുത്ത് നടന്ന പരീക്ഷയ്ക്ക് വെച്ച ക്വസ്റ്റ്യൻസാണ്. അടുത്തടുത്ത് നടന്ന 2 പരീക്ഷയ്ക്ക് വെച്ച ക്വസ്റ്റ്യൻസാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഒരു ക്ലോക്കിലെ മിനിറ്റിന് 5 സെന്റിമീറ്റർ നീളമുണ്ട്. നേരത്തെ ക്വസ്റ്റ്യനകത്ത് 4 സെന്റിമീറ്റർ പറഞ്ഞു. ഇവിടുന്ന് 5 സെന്റിമീറ്റർ പറഞ്ഞു. ഇതെന്താ? രാവിലെ 6:05 മുതൽ 6:40 വരെ 6:40 വരെ സഞ്ചരിച്ച ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? പരപ്പളവ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം? അപ്പൊ നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വൃത്തം വരയ്ക്കാം. ഇന്ന് വേണ്ട, ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? ഒരു വൃത്തം വരച്ചു. ഓക്കെ ആണല്ലോ? ഓക്കെ നമുക്ക് നോക്കാം. ഇങ്ങനെ ചെയ്ത് സമയം കണ്ടോ? വേണ്ട, നമുക്ക് കയറാം. 6 12 3 9 നമ്മൾ ഞാൻ ചെയ്യുന്നില്ല. ഈ പടമൊന്നും ഇതായിട്ട് വരയ്ക്കുന്നില്ല. നമുക്ക് 6:05 മുതലല്ലേ? അല്ലേ? 6:05. ഇവിടെ 5 എന്ന് പറയുമ്പോൾ 1 2. ഓക്കെ അതാണ് 6:05. ആറ് 5 മുതൽ 6:40 അല്ലേ? ആറ് 5 മുതൽ 6:40 വരെ കറങ്ങുന്ന ഭാഗത്തിന്റെ ഇത്രയും ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ട്. ഇത്രയും ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാണെന്ന് വെച്ചാൽ 6:05 മുതൽ 6:40 വരെ സൂചി സഞ്ചരിച്ച ഭാഗത്തിന്റെ പരപ്പളവ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനകത്ത് എന്തുവാ?
ചുറ്റളവാണ് പറഞ്ഞത്. ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. കാര്യമൊന്നുമില്ല, നേരത്തെ ചെയ്ത ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്തുണ്ട്? പൈ ആർ സ്ക്വയർ, ഞാൻ നേരത്തെ എഴുതിയല്ല, പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. മനസ്സിലായ? പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360 എന്ന് പറയുന്ന ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നേരത്തെ എന്തുവാ? 2πr ഇൻറ്റു എക്സ് ബൈ 360, അത് ചാപത്തിന്റെ നീളം. ഇതെന്തുവാ? ഇത്രയും ഭാഗത്തിന്റെ എന്താണ്? ഇത്രയും ഭാഗത്തിന്റെ പരപ്പളവാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത്രയും ഭാഗത്തിന്റെ പരപ്പളവ്. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. നേരത്തെ വല്ല ക്ലോക്ക് ഒന്നും വരയ്ക്കൊന്നും വേണ്ട. നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം? ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രി വരും? 6 ഡിഗ്രി വരും. അപ്പൊ നമ്മൾ എക്സ് കണ്ടുപിടിക്കാൻ പോയി. എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ 6 ഡിഗ്രി വരും. അങ്ങനെ എവിടെ തൊട്ടാ? 6:05 മുതൽ 6:40 വരെ. 6:05 മുതൽ 6:40 വരെ. 6:05 മുതൽ 6:40 വരെ. 6:05 മുതൽ 6:40 വരെ എത്ര മിനിറ്റ് ഉണ്ട്? 35 മിനിറ്റ് ആണുള്ളത്. 6:05 മുതൽ 6 ആണ് 6:40 വരെയാണ് 40 മിനിറ്റ്. 6:05 മുതൽ 6:35 വരെ എത്ര മിനിറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ആണുള്ളത്? 35 മിനിറ്റ്. 6:05 മുതൽ 6:40 വരെ 35 മിനിറ്റ് ആണുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രി ഇരിടോ? 6 ഡിഗ്രിയല്ലേ തിരിയുന്നത്. അപ്പൊ 35 മിനിറ്റിലോ 35 ഇൻറ്റു 6. 35 ഇൻറ്റു 6. 6 30 0 ശിഷ്ടം 3. 3 18 3 21. എത്ര കിട്ടി? 210 ഡിഗ്രിയാണ് അത് തിരിയുന്നത്. എത്ര ഡിഗ്രി തിരിയുന്നത്? 210 ഡിഗ്രിയാണ് അത് തിരിയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 210 ഡിഗ്രി. ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ 6 ഡിഗ്രി തിരിയോ. അതേപോലെ തന്നെ 35 മിനിറ്റിൽ 35 × 6 210 ഡിഗ്രി തിരിയും. ഓക്കെ ആണോ? 210 ഡിഗ്രി. ഓക്കെ, നമുക്ക് ഇനി ഇക്വേഷനകത്തോട്ട് പോവാം. ഇക്വേഷനകത്തോട്ട് പോവാം. പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360 അല്ലേ? പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. അപ്പൊ എക്സ് കിട്ടി. ഇനി ആരം, റേഡിയസ്. ഓൾറെഡി ക്വസ്റ്റിനകത്ത് റേഡിയസ് പറയുന്നുണ്ട്. എത്ര റേഡിയസ് എന്ന് പറയുന്നത്? ഈ സൂചിയുടെ നീളം എന്ന് പറയുന്നത്. സൂചിയുടെ നീളം എത്രയാണ്? 5 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. സൂചിയുടെ നീളം എത്രയാണ്? 5 സെന്റിമീറ്റർ. റേഡിയസ് 5 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ തൊട്ട് കൊടുക്കാം. പൈയുടെ വാല്യൂ കൊടുക്കാം 22/7. പൈയുടെ വാല്യൂ 22/7. പൈയുടെ വാല്യൂ 2 വാല്യൂ ഉണ്ട്. പൈക്ക് എന്താണ്? 22/7 ഓർ 3.14. ഈ രണ്ടും പൈയുടെ വില തന്നെയാണ്. 22/7 ഓർ 3.14. ഇത് കൊടുക്കുന്ന സാഹചര്യം പൈയുടെ വാല്യൂ 7, നമുക്ക് 7 വെച്ചൊക്കെ വെട്ടാൻ പറ്റുന്ന ഏതെങ്കിലും സാഹചര്യം വന്നാൽ പൈയുടെ വില 22/7 കൊടുക്കാം, അല്ലെങ്കിൽ 3.14 എന്നൊക്കെ കൊടുക്കാം. ഞാൻ 22/7 കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഇൻറ്റു ആരം. ആരം എന്ന് വെച്ചാൽ എത്ര? 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ സ്ക്വയർ. 5 സെന്റിമീറ്റർ ഇൻറ്റു 5 സെന്റിമീറ്റർ. 5 ആരം സ്ക്വയർ അല്ലേ? ആരം സ്ക്വയർ 5 സെന്റിമീറ്റർ. നേരത്തെ ആരം 2πr ഒരു ആരം മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ ആരം സ്ക്വയർ എന്നാണ് പറയുന്നത്. ആരം സ്ക്വയർ എന്ന് വെച്ചാൽ 5 സെന്റിമീറ്റർ ഇൻറ്റു 5 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ? ഓക്കെ, എക്സ് ഇട്ടിട്ട് എത്ര? 210 ഡിവൈഡഡ് ബൈ 360. 210 ഡിവൈഡഡ് ബൈ 360. ഇനി വെട്ടാം. ഈ 0 ഇത് ഈ 0 വെട്ടാം. നമുക്ക് കിട്ടിയെല്ലാം കൊടുത്ത് ഈ 0 വെട്ടാം. 177 3 7 21. 177 3 7 21. ഇനി 3 വെച്ച് വെട്ടാം. 1 3 3 1 3 3 2 3 6 കിട്ടിയല്ലോ. ഇനി എത്ര വെച്ച് വെട്ടാം? നമുക്കിവിടെ 2 വെച്ച് വെട്ടാം. 11 2 22 6 2 12. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്താ? 25 ഇൻറ്റു 11 11 ഇൻറ്റു 5 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 6 കിട്ടും. 11 ഇൻറ്റു 5 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 6. 5 25 25 ഗുണം 11 275 എന്നിട്ട് എത്ര കിട്ടും? 275 ബൈ 6 എന്നിട്ട് 275 ബൈ 6. 275 നമ്മൾ എന്ത് ചെയ്യണം? 6 വെച്ച് ഹരിക്കണം. 275 6 വെച്ച് ഹരിച്ച് 275. ഓക്കെ, 6 വെച്ച്. ഓക്കെ, 4 6 24. 4 6 24 ശിഷ്ടം 3. ഓക്കെ, 6 30 ശിഷ്ടം 5. ഇനി ഹരിക്കണ മേളിൽ പോയിന്റ് കൊടുക്കണം. പോയിന്റ് എപ്പോ കൊടുക്കണം? അവിടെ വെച്ച് കണക്ക് നിർത്തിക്കണം. ഇവിടെ പൂർണ്ണമായി ഹരിച്ചെത്ര കിട്ടി? 45 എന്ന് കിട്ടി. ഇനി എത്ര ഹരിക്കാനുണ്ട്? ഈ 5നെ ഹരിക്കാനുണ്ട്. എത്ര വെച്ച് ഹരിക്കാനുള്ളത്? 6 വെച്ചാണ് ഹരിക്കാനുള്ളത്. 45ഉം 5/6 സെന്റിമീറ്റർ സ്ക്വയർ. 45ഉം 5/6 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ? 45ഉം 5/6 സെന്റിമീറ്റർ സ്ക്വയർ. 45 5/6 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ആൻസർ എ ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാം ഓരോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ റീസെന്റ് നടന്ന പരീക്ഷയ്ക്ക് ഒരേപോലുള്ള ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്കകത്തുനിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തില്ലയോ? അതിന്റെ തന്നെ തിരിച്ചും മറിച്ചും എല്ലാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അതേപോലെ സമാന്തര ശ്രേണിക്കകത്തുനിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻ. ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്ക് സമാന്തര ശ്രേണിക്കകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളിപ്പം എല്ലാം ഒന്നും നമുക്കിപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. നമ്മൾ പുറേ അടുത്ത് വരുന്ന അടുത്ത ക്ലാസ്സിന്റെ ബാക്കി ഭാഗങ്ങളായിട്ട് നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു 1-2 മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ്. മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നോക്കിയേണ്ട
86 പ്ലസ് 52 ഈക്വൽ ടു 5. 86 പ്ലസ് 52 ഈക്വൽ ടു 5. അതേപോലെ തന്നെ 63 പ്ലസ് 72 ഈക്വൽ ടു 8 ആയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 83 പ്ലസ് 72 എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഈ 8ഉം 6ഉം നമ്മളെ വ്യത്യാസം എടുക്കണം. 8ഉം 6ഉം നമ്മളെ വ്യത്യാസം എത്ര? 2. അതേപോലെ തന്നെ ഈ 5ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. 5ഉം 3ഉം 5ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. എത്ര കിട്ടി? 3 കിട്ടിയല്ലോ. അപ്പൊ എന്താ 8ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 2, 5ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 3. ആ കിട്ടിയ വ്യത്യാസങ്ങൾ തമ്മിൽ കൂട്ടുക. ഈ 2ഉം ഈ 3ഉം കൂടെ കൂട്ടുക. 2 3 കൂടെ കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നത്. ആ 5ആണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ. 63 6 3 കുറച്ചാൽ 3 പ്ലസ് 7 2 കുറച്ച് കഴിഞ്ഞാൽ 5. 5 3 കൂടെ കൂടുമ്പോൾ എത്ര കിട്ടി? 8. അതാണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. തന്നേക്കുന്ന സംഖ്യകൾ നമ്മളെ വ്യത്യാസം എടുത്തിട്ട് കൂട്ടുക. 6ഉം 2ഉം തമ്മിലുള്ള 8ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 2, 5ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 3, 3 2 കൂടെ കൂടുമ്പോൾ 5, 6 3 തമ്മിലുള്ള വ്യത്യാസം 3, 7ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 5, 5 3 കൂടെ കൂടുമ്പോൾ 8. അതേപോലെ തന്നെ എന്ത് ചെയ്താ 8ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കുക 5. 8 3 കുറച്ച് 5, 7 2 കുറച്ച് എത്ര ഇട്ടു? 5. 5 5 കൂടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10. 8 3 കുറച്ച് 5, 7 2 കുറച്ചാൽ 5, 5 5 കൂടെ കൂടുമ്പോൾ നമുക്ക് 10 കിട്ടും. നമ്മുടെ ഓപ്ഷൻ ബി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ബി ഓപ്ഷൻ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ്ട ശ്രേണി പൂർത്തിയാക്കോ. ശ്രേണി ഇവിടെ എന്തൊക്കെ തന്നിരിക്കുന്നത്? ബി ജെ എഫ്, അടുത്ത എന്താ? ഡി കെ എച്ച്, അടുത്ത എന്താ? എഫ് എം ജെ, അടുത്തത് എന്താ? എച്ച് പി എൽ. അടുത്ത വരുന്ന ഏതാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എച്ച് പി എൽ അടുത്ത വരുന്ന ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ബി ഉണ്ട്, സി ഇല്ല, ഡി ഉണ്ട്. +2 ആണ്. ബി സി ഇല്ല, ഡി ഉണ്ട്. അടുത്ത ഇവിടുത്തെ ആദ്യ ലെറ്റർ ഇ ഇല്ല, എഫ് ഉണ്ട്. +2. എ ബി കഴിഞ്ഞാൽ സി ഇല്ല, ഡി, ഇ ഇല്ല, എഫ്, ജി ഇല്ല, എച്ച്. ഇവിടെയും +2 എച്ച്. അപ്പൊ എന്താണ്? ഐ ഇല്ല, ജെ. അപ്പൊ +2 പറഞ്ഞു. ഇവിടെ അടുത്ത +2 ജെ പറഞ്ഞു. ജെയിൽ തുടങ്ങുന്ന 2 ഓപ്ഷൻസ് ഇതിനകത്തുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ജെയിൽ തുടങ്ങിയ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. എന്താണ്? നമുക്ക് ഈ ബി ഉണ്ട്, സി ഇല്ല, ഡി, ഇ ഉണ്ട്, ഇ ഇല്ല, എഫ്, ജി ഇല്ല, എച്ച്, ഐ ഇല്ല, ജെ. അപ്പൊ ഇനി ഈ 2 ഓപ്ഷനകത്ത് ഏതാണെന്ന് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. ജെ കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ഇവിടുത്തെ അടുത്ത ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. ഓക്കെ, ആദ്യത്തെ ലെറ്റർ വെച്ചു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആദ്യത്തെ ലെറ്റർ വെക്കും. ഇനി അടുത്ത ലെറ്റർ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ കെ +1. കെ. എൽ ഇല്ല, എം +2. ജെ കഴിഞ്ഞാൽ ഒരു ലെറ്റർ കൂടെ കൂടും, ജെ കെ. എൽ ഇല്ല, എം. അടുത്തത് എന്നും ഓയും ഇല്ല, പി +3. ഓക്കെ, ഒരു ലെറ്റർ കൂടി, 2 ലെറ്റർ കൂടി, 3 ലെറ്റർ കൂടി. അപ്പൊ എത്ര കൂടണം? 4 ലെറ്റർ കൂടണം, പി. അപ്പൊ ഇവിടെ നോക്കണം. ജെ ഇല്ല, ജെ കഴിഞ്ഞാൽ കെ ഒന്നുകൂടി, എൽ ഇല്ല, എം 2 കൂടി, എൻ ഒ ഇല്ല, പി 3. അടുത്ത 4 പി, ക്യു, ആർ, എസ്, ടി. 4ാമത്തെ ലെറ്റർ അടിക്കണം. അടുത്തത് 4ാമത്തെ ലെറ്റർ അടിക്കും, ടി. ഓക്കെ ആണല്ലോ. ഓക്കെ, ജെ ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബി ഓപ്ഷൻ ആണ് ആൻസർ. ഡി ഓപ്ഷൻ ആണ് ആൻസർ. ജെ ടി എന്ന് പറഞ്ഞാൽ ഡി ഓപ്ഷൻ ആണ് ആൻസർ. ഇനി അടുത്തത് എൻ ആണ് വരുന്നത്. ചെയ്ത് നോക്കിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കൃത്യമായിട്ട് കിട്ടും. എഫ് ഓക്കെ, ഇവിടെ ഇവിടെ ജി എച്ച്, എഫ് ജി എച്ച് 2ാമത്തെ ലെറ്റർ ഉണ്ട്. 2ാമത്തെ ലെറ്റർ എഫ് ജി എച്ച് 2ാമത്തെ ലെറ്റർ ആണ്. ഇവിടെ എച്ച്. ഐ ജെ 2ാമത്തെ ലെറ്റർ ആണ്. ഐ ജെ 2ാമത്തെ ലെറ്റർ ആണ്. കെ എൽ 2ാമത്തെ ലെറ്റർ ആണ്. എം എൻ ഇവിടുത്തെ വരുന്നത് എം എൻ ആണ് അല്ലേ. ജെ ടി എൻ തന്നെ വരും. ചെയ്ത് നോക്കില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചെയ്ത് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ജെ ടി എന്ന് വെച്ചാൽ ആദ്യത്തെ ലെറ്റർ ഇങ്ങനെ, പിന്നെ 2 വെച്ച് കൂടുന്നത്. അടുത്തത് 1 കൂടി, 2 കൂടി, 3 കൂടി പോകുന്നത്. അടുത്തത് 2 വെച്ച് കൂടി പോകുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, പ്രോഗ്രസിന്റെ കോഡ് എന്ന് എഴുതിയിരിക്കുന്ന
പ്രോഗ്രസ് OQQS NPFHQSDFRTRT. ഓക്കെ, ഈ കയറ്റിന്റെ എത്തണം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇത് കാര്യമൊന്നുമില്ല. ഇവിടെ പി എന്ന് പറയുന്ന ലെറ്റർ പിക്ക് മുമ്പുള്ള പിക്ക് മുമ്പുള്ള ലെറ്റർ ആണ് O, പിക്ക് ശേഷമുള്ള ലെറ്റർ ആണ് Q. മനസ്സിലല്ലോ? അപ്പൊ എന്താണ് ഈ കിടക്കുന്ന ലെറ്റർ? പിക്ക് മുന്നുള്ള ലെറ്റർ ആണ് OP ആണ്, പിക്ക് ശേഷമുള്ള ലെറ്റർ ആണ് Q. അപ്പൊ മുന്നേയും ശേഷമുള്ള ഈ പിക്ക് മുന്നേ ശേഷമുള്ള ലെറ്റർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ക്യൂവിന് ഈ ആറിന് മുന്നുള്ള ലെറ്റർ ആണ് Q. ഓക്കെ, മനസ്സിലല്ലോ? ആറിന് മുന്നേ QR അല്ലയോ, ആറ് ശേഷമുള്ള ലെറ്റർ ആണ് S. അപ്പൊ ആറും S അല്ല, QS. ആറിന് മുന്നുള്ള ലെറ്റർ Q, ആറ് ശേഷമുള്ള ലെറ്റർ S. അതേപോലെ തന്നെ NO ആണ്. എന്നിന് മുന്നേ ഉള്ള ലെറ്റർ ആണ്, എന്നിന് മുന്നേ ലെറ്റർ ആണ് O. എന്നിന് ശേഷമുള്ള പിന്നെ ഓയ്ക്ക് മുന്നേ ലെറ്റർ ON ആണ്. ഓയ്ക്ക് ശേഷമുള്ള OP അല്ലേ വരുന്നത്, ശേഷവും മുന്നേ NOP അല്ലേ, NOP. അപ്പൊ എന്നിന് മുന്നേ ഉള്ള ലെറ്ററും ശേഷമുള്ള ലെറ്ററും അങ്ങനെയാണ് ഇത് വരുന്നത്. എന്നുവെച്ചാൽ മുന്നേ ഉള്ള ലെറ്ററും ശേഷമുള്ള ലെറ്ററും ചേർത്ത് വെച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ Kക്ക് മുന്നേ ഉള്ള ലെറ്റർ വരും, Kക്ക് മുന്നേ ഉള്ള ലെറ്റർ J വരും, Kക്ക് മുന്നേ ഉള്ള ലെറ്റർ ആണ്. അപ്പൊ നമുക്ക് എഴുതേണ്ട കൈറ്റ് ആണ്. ഓക്കെ, നമുക്ക് നോക്കിയാം. Kക്ക് മുന്നുള്ള K വരത്തില്ല, JL. ഈ JL തുടങ്ങുന്ന 2 JL തുടങ്ങുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ സിയും ഇത് LJ ആണ്, ഇതും ഡിയും ക്യാൻസൽ ചെയ്യാം, ഈ 2 ലെറ്ററും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത എന്താ? ഐക്ക് HIJ. അപ്പൊ HJ വരും, ഇവിടെ HJ, ഇവിടെ HJ, ഇവിടെ 2 HJ, ഇവിടെ HJ. ഓക്കെ, അത് ഓക്കെ. ഇനി ടിക്ക് മുന്നേ വരുന്ന SU വരുന്നത്, ഇവിടെ SU, ഇവിടെ SU. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഇക്ക് മുന്നേ D, ABCD, D കഴിഞ്ഞിട്ടാണ് അടുത്ത E വരുന്നത്. അപ്പൊ D വരും, DF വരുന്നത് ഇതാണ്. HJ, JL, HJ, JL, HJ, SU. ഇവിടെ US ആണ്, ഇവിടെ SU ആണ്. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്, SU. ഇപ്പൊ ഇവിടെ തന്നെ ഇവിടെ ഒരു ലെറ്റർ നമ്മൾ ശ്രദ്ധിച്ചോണം. ഇവിടെ US എന്നാണ് എഴുതിയേക്കുന്നത്, ഇവിടെ SU ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ബി ഓപ്ഷൻ. ശ്രദ്ധിച്ചോണം, ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. US എന്നാണ് ഇവിടെ വരുന്നത്, നമുക്ക് SU വേണം. SU വരുന്നത് ഇതാണ്, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഒരു ക്യാൻസൽ വന്നിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോരുത്. ഇതിന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത്ര നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു നോക്കുക. നമുക്ക് ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ലോങ് ആയി പോയി ഇത്രയും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലായോ, എന്തൊക്കെ ഇതിനകത്ത് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അതേപോലെ തന്നെ നമ്മൾ തന്നെ ഡിഗ്രിയുടെ മെയിൻസ് ബാച്ചിന് വേണ്ടി GKയുടെ ഒരു പുതിയൊരു ബാച്ച് ബ്രഹ്മാസ്ത്ര 2.0 എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. GKക്ക് വേണ്ടി മാത്രമാണ്. അതിന്റെ ക്യാഷ് എന്ന് പറയുന്നത് എമൗണ്ട് എന്ന് വെച്ചാൽ 299 രൂപയാണ് നമുക്കത്. ഓക്കെ, അപ്പൊ നിങ്ങളത് എന്ന് തുടങ്ങുമെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 6-ാം തീയതി ആണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 PM, ഓഗസ്റ്റ് 6-ാം തീയതി 12 PM നമ്മുടെ പുതിയ ബാച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതാണ് ഈ മെയിൻ എക്സാമിന് വേണ്ടി GK മാത്രമാണ് കൊടുക്കുന്നത്, ബ്രഹ്മാസ്ത്ര 2.0 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ഇന്ന് പഠിപ്പിച്ച ഈ ക്ലാസ്സിന്റെ PDF ഫയൽ കണ്ട് ഇതേപോലെ നിങ്ങൾ ആപ്പിനകത്ത് കയറി, നമ്മുടെ ആപ്പിനകത്ത് ഡൗൺലോഡ് ചെയ്തതിനകത്ത് കയറി, അത് ഫ്രീ കോഴ്സ് ഉണ്ട്. ഇതിനകത്ത് നോക്കിയെങ്കിൽ ഇന്ന് ഞാനിപ്പോൾ എടുത്ത ക്ലാസ്സിന്റെ PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഓരോ കോഴ്സ് ഇതേപോലെ വരും. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഫോട്ടോസ് ഒക്കെ കാണും, നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും. നമ്മൾ വരും ക്ലാസ്സുകളിൽ ഇതിനെക്കാട്ടിലും കുറേ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഒക്കെ അതും പരമാവധി ഷോർട്ട് കട്ടിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും, അല്ലെങ്കിൽ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഡിഗ്രി ലെവലിന് വേണ്ടതും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വരുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനകത്ത് നമ്മുടെ ക്ലാസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചാനലിനകത്ത് നമ്മുടെ ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പഠിപ്പിച്ചത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സോട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.